ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. मैं प्रभु के नाम की स्तुति करता हूँ। എനിക്ക് വളരെ പ്രിയപ്പെട്ടവരായ നിങ്ങളോട് ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നത് ഒരു ഭാഗ്യമായിട്ട് ഞാൻ ചിന്തിക്കുന്നു. मैं जिन्हें बहुत प्रिय मानता हूँ, ऐसे लोगों के साथ समय बिताना मुझे बहुत अच्छा लगता है, मेरे लिए आनंद की बात है। ഷാർജയിലെ ചർച്ചിലും അതുപോലെ നിങ്ങളുടെ ശുശ്രൂഷകൻ പാസ്റ്റർ ജെയിംസ് ജോർജ്, അതുപോലെ ഇന്ന് ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ലിജോ, മനോജ്, എല്ലാവരെയും ഞാൻ എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. പേര് പറയാൻ പോയാൽ എല്ലാവരുടെയും പേര് പറയേണ്ടി വരും. शारजा कलीसिया के तमाम लोग, प्रभु के दास जेम्स भाई, मनोज भाई, और नाम लिया तो सभी का नाम लेना होगा। सबको मेरा सलाम और प्रेम। കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ നല്ല സന്ദർഭത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. परमेश्वर ने हमें दिया हुआ इस उत्तम समय के लिए मैं प्रभु का धन्यवाद करता हूँ। ഓഫ് കോഴ്സ് ഇതൊരു നല്ല സമയമാണോ എന്ന ആളുകൾക്ക് സംശയമുള്ള ഒരു സാഹചര്യമാണിത്. जानता हूँ ये अच्छा समय जब कहते हैं तो बहुत से लोगों को शक होगा कि ये किस तरह से अच्छा समय है। ദൈവത്തിന് എല്ലാം നല്ല സമയം എന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും. परमेश्वर के लिए सब कुछ अच्छा समय है, ऐसा ही हम बता सकते हैं। തീർച്ചയായിട്ടും ദൈവം എല്ലാത്തിന്റെ മീതെയും വാഴുന്നു എന്നുള്ളതാണ് ദൈവവചനത്തിൽ നമ്മൾ പഠിക്കാൻ കഴിയുന്നത്. परमेश्वर के कलाम में हमें सीख मिलता है कि परमेश्वर सभी के ऊपर प्रभुता और राज्य करता है। നമ്മൾ ചുറ്റും നോക്കുമ്പോൾ ആകെ ഒരു കയോസ് എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ അതൊരിക്കലും ഒരു കയോസ് അല്ല. കാരണം എല്ലാത്തിന്റെ മീതെയും വാഴുന്ന യഹോവയാണ് നമ്മൾ ദൈവവചനത്തിലുടനീളം കാണുന്നത്. हमारे चारों ओर हमें अराजकता और काफी गड़बड़ी और हड़बड़ाहट महसूस हो सकता है, लेकिन परमेश्वर के सामने ये कोई अराजकता नहीं है। सब कुछ उसके नियंत्रण में और उसी के अधीन में है। യെശയ്യാവ് ദർശനത്തിൽ കാണുന്ന യഹോവ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന, എന്ന് വെച്ചാൽ എല്ലാ സിംഹാസനങ്ങളുടെയും മുകളിലുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് യഹോവയാണ്. और यशायाह नबी जो दर्शन देखता है परमेश्वर का, जो ऊंचे और ऊपर जो ऐसा सिंहासन है, जिसका मतलब है तमाम सिंहासनों के ऊपर हमारे परमेश्वर का सिंहासन है। അതൊരു പ്രത്യേകമായ സാഹചര്യത്തിലാണ് ദൈവം അങ്ങനെ ഒരു ദർശനം യെശയ്യാവിന് കൊടുക്കുന്നത്. और एक खास अवसर में, परिस्थिति में यशायाह नबी को इस तरह से एक दर्शन दिया। ഐസയ 6 നമ്മൾ വായിക്കുന്നത് 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ആ ഭാഗമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. അവിടെ ഉസിയാവ് മരിച്ച ആണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനം ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്നാണ്. അതായത് ആ ബാക്ക്ഗ്രൗണ്ട് അതാണ്, ഉസിയ രാജാവ് മരിച്ചു എന്നുള്ളതാണ്. और यशायाह नबी की किताब 6 अध्याय में हम देखते हैं इस बात को, जहां लिखा है कि उजिया राजा जब मर जाते हैं, उसके उपरांत ऊंचे और ऊपर ऐसे सिंहासन पर परमेश्वर को यशायाह नबी देखता है। ഉസിയാവ് ഒരു നമുക്കറിയാം, ഉസിയാവിന് അവസാനം ഒരു ചെറിയ പാളിച്ച പറ്റിയാലും ഉസിയാവ് വളരെ ശക്തനായ ഒരു രാജാവായിരുന്നെന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. उसिया राजाओं के बारे में, उसकी पृष्ठभूमि को हम जानते हैं। बहुत ही सामर्थी एक राजा था। आखिर में उसके जीवन में एक छोटा गलती जरूर हुआ। എങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ യഹൂദന്മാരെ സംബന്ധിച്ചിടത്തോളം, ഉസിയാവിനെ പോലെ ശക്തനായ ഒരു രാജാവ് ദാവീദോ ശലോമോനോ ഒക്കെ ഉള്ളു. അത് കഴിഞ്ഞാൽ ഇത്രയും ശക്തനായ ഒരു രാജാവ് വേറെ ഉണ്ടായിട്ടില്ല. तो भी इसराइलियों के संबंधित में या यहूदी लोगों के बीच में देखा जाए तो उसिया के जैसा सामर्थी शक्तिशाली राजा और कोई नहीं था। हो सकता है सुलेमान और दाऊद उस श्रृंखला में आए, उसके अलावा और कोई भी नहीं। അത് കഴിഞ്ഞിട്ട് നമ്മൾ വായിക്കുന്നത് ഉസിയാവിനെ സകല രാജാക്കന്മാരും കപ്പം കൊണ്ട് കൊടുത്തുന്ന, അതിന്റെ അർത്ഥം അവരുടെ എല്ലാം മുകളിലായിരുന്നു ഉസിയാവ്. और उसके बाद हम देखते हैं कि उसिया राजा को तमाम आजू बाजू के राजा लोग लगाम भरते थे, जिसका मतलब है उन राजाओं के ऊपर उसिया राजा था। അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഉസിയാവ് പെട്ടെന്ന് മരിക്കുകയാണ്. और ऐसी एक परिस्थिति में उसिया राजा का मौत हो जाता है। ഉസിയാവിന്റെ മകൻ അത്രയ്ക്ക് ശക്തനായ ഒരു രാജാവൊന്നുമല്ല. അത്ര പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കത്തക്ക നിലയിലുള്ള ഒരു ശക്തിയൊന്നും ഇല്ല. और उसिया का जो उत्तराधिकारी था वो इतना सामर्थी नहीं था, और इतना जल्दी इतना भार उसको ले, ये उसका काबिल नहीं था। ആ ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും യെശയ്യാവിന് ഒരു ഭയങ്കര ഭീതി ഉണ്ടായി എന്ന് ഞാൻ ചിന്തിക്കുന്നു. और ऐसी परिस्थिति में
मैं विश्वास करता हूं कि यशायाह नबी के दिल में एक डर पैदा हुआ। ശക്തനായ ഉസിയാവ് മരിച്ചപ്പോൾ ഇനിയിപ്പോൾ ചുറ്റുമുള്ള രാജ്യങ്ങളെല്ലാം കൂടെ വന്ന് യെരൂശലേമിനെ ആക്രമിച്ചേക്കുമോ? अब जब उजिया जो सामर्थी था उसका मृत्यु हो गया, अब आजू बाजू के राजा लोग क्या यरूशलेम पर आकर आक्रमण करेंगे? അങ്ങനെയാണെങ്കിൽ ഇസ്രായേൽ മക്കളുടെ ഭാവി എന്താകും? अगर ऐसा है तो इस्राएल के लोगों का भविष्य क्या होगा? അപ്പോഴാണ് ദൈവം ഒരു ദർശനം ഉസിയാവിന് കൊടുക്കുന്നത്. और उस समय में परमेश्वर जो है यशायाह को एक दर्शन देता है। അതെന്താണെന്ന് ചോദിച്ചാൽ ദൈവം യെശയ്യാവിനോട് പറയാണ്, യെശയ്യാവേ, നീ കണ്ടത് ഉസിയാവ് സിംഹാസനത്തിൽ ഇരിക്കുന്നതാണല്ലോ. ഇപ്പൊ ഉസിയാവ് മരിച്ചു, നിന്റെ ചിന്ത ഇപ്പം ആരും സിംഹാസനത്തിൽ ഇരിക്കുന്നില്ലെന്നാ. तो जो दर्शन दिया उसका मतलब इतना ही था, यशायाह तू सोचता था कि उजिया सामर्थी राजा है, अब उसका मृत्यु हो गया है, अब वो सिंहासन खाली पड़ा है, कौन लोगों के ऊपर राज्य करेगा? പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഉസിയാവിന്റെ സിംഹാസനത്തിനും മുകളിലുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാനാണ്, ലോകത്തിലെ ഏത് രാജാക്കന്മാരുടെയും മുകളിൽ ഇരിക്കുന്നത് ഞാനാണ്. लेकिन तुम्हें एक बात समझना है, उसिया का जो सिंहासन है उससे भी ऊंचे सिंहासन पर मैं विराजमान हूँ, संसार का कोई भी राज्य और उसके राजा का ऊपर मैं विराजमान हूँ। എന്റെ അനുവാദമില്ലാതെ ഭൂമിയിൽ ഒരിടത്തും ഒന്നും സംഭവിക്കുന്നില്ല. और मेरे अनुमति के बगैर संसार में कहीं भी कुछ नहीं होता। എല്ലാം തീരുമാനിക്കുന്നത് ഞാനാണ്. मैं सारे निर्णय लेता हूँ। അതുകൊണ്ടാണ് സറാഫുകൾ പാടുന്നത്, സൈന്യങ്ങളെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവ്വഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. और इसीलिए स्वर्गदूत गाते हैं, सेनाओं का यहोवा पवित्र 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 और सारी पृथ्वी उसकी महिमा से भरा है। അപ്പോൾ സർവ്വഭൂമിയും നിറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ അധികാരമാണ്, അല്ലാതെ ലോകത്തിൽ ഒരു രാജാവിന്റെയും അധികാരമല്ല. तो सारे संसार में परमेश्वर की महिमा भरा हुआ है, ना कि किसी सांसारिक राजा का। ഇനി രാജാവിന്റെ കാര്യം മാത്രമല്ല, ലോകത്തിലെ രോഗങ്ങളും നമ്മൾ ഈ പറയുന്ന മഹാമാരിയും ഒന്നുമല്ല, ലോകത്തെ വാഴുന്നത് നമ്മുടെ കർത്താവാണ്. अब ये संसार में जो भी हम देखते हैं, ये महामारी पीड़ा, ये संसार के ऊपर प्रभुता नहीं करता, हमारा परमेश्वर संसार के ऊपर प्रभुता करता है। ദൈവം അനുവദിക്കാതെ ഒരു വൈറസിനും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. और परमेश्वर के अनुमति के बगैर कोई भी वायरस कुछ नहीं कर सकता। ദൈവം അനുവദിക്കുകയാണെങ്കിൽ ഒരാൾക്കും ഇതിനെതിരായിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല. और परमेश्वर अनुमति देता है तो कोई भी व्यक्ति इसके खिलाफ भी कुछ नहीं कर सकता। ഞാൻ ഇന്ന് ഒരു മീറ്റിംഗിൽ ഞാൻ അറ്റൻഡ് ചെയ്ത ഒരു മീറ്റിംഗിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. मैं एक मीटिंग में शामिल हुआ, उसमें मैंने एक बात बताया था। അപ്പൊ ഇന്ന് തന്നെ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ പറഞ്ഞ ഇതാണ്, ദൈവം എല്ലായ്പ്പോഴും അവൻ ഇഷ്ടമുള്ളത് ചെയ്യുന്നു. और आज ही मैंने उस बात को बताया, परमेश्वर हर समय जैसे उसे अच्छा लगता है वो करता है। അതിനെ മാറ്റാനായിട്ട് ഒരാൾക്കും കഴിയുകയില്ല. और उसे बदलने के लिए किसी से भी नहीं बनता। പിന്നെ നമുക്ക് സംശയം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ഭാഗം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എന്തുകൊണ്ട് ഏറ്റവും നല്ല ആളുകൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ടാകാം. फिर एक शक जो हमारे मन में आ सकता है, या एक सवाल जो आता है कि उत्तम से उत्तम लोगों के जीवन में ये तकलीफ, ये प्रयास क्यों होता है? വളരെ നമുക്ക് അറിയാവുന്ന പല ആളുകളും, പ്രത്യേകിച്ച് വളരെ ആത്മീയതയിൽ മുതിർന്നു വരുന്നവരായ അങ്ങനെയുള്ള ഏറ്റവും വിശുദ്ധരായ ആളുകൾ പോലും ഈ മഹാമാരിയുടെ പിടിയിൽ അകപ്പെട്ടതാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. हम जानने वाले बहुत से लोग, हमारे मित्र लोग, यहाँ तक आत्मिक जीवन में बहुत ही उत्तम जीवन को बिताने वाले पवित्र भक्त लोग भी इस बीमारी की चपेट में है, ऐसा हम देखते हैं। അവരിൽ അങ്ങനെയുള്ള ആളുകളെ കുറിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ തന്നെ പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്, കർത്താവേ, എന്തുകൊണ്ട് ആ വ്യക്തിയെ നീ എടുത്തു, എന്നെ അങ്ങ് എടുത്താലും കുഴപ്പമില്ലായിരുന്നു എന്ന് ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്, പലപ്പോഴും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. और ऐसे प्रार्थना करते तक हमने भी और मैंने भी प्रार्थना किया है कि उसके वजह पे मुझे क्यों ना उठा लिया, उसे क्यों अब उठा लिया। ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് നീതിമാന്മാർക്ക് ഈ അനർത്ഥങ്ങൾ ഉണ്ടാകുന്നത്? और हो सकता है मैं ऐसा सोचे, धर्मी लोगों के जीवन में ऐसा प्रयास, तकलीफ क्यों होता है? ദൈവം സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി പോയോ? क्या परमेश्वर सिंहासन से उठकर चला गया है?
ഇപ്പോഴും അവൻ സിംഹാസനത്തിൽ തന്നെയാണെങ്കിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? अगर वो अब भी सिंहासन में है तो ऐसा क्यों होता है? ദുഷ്ടന്മാരൊക്കെ മരിക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പറയാം ദൈവം അവരെ അങ്ങ് മാറ്റി എന്ന് ചിലപ്പോൾ വേണേൽ പറയാം. अगर अधर्म करने वाले, कुकर्म करने वाले मर जाते हैं तो हम कह सकते हैं कि परमेश्वर ने उनको हटा दिया है। പക്ഷെ നീതിമാന്മാര് മരിക്കുമ്പോൾ എന്ത് ചെയ്യും? लेकिन धर्मी लोग जब मर जाते हैं तो क्या करेंगे? എനിക്ക് ഇതേപോലെ ഒരു സന്ദർഭം ഞാൻ 1986 87 ഞാൻ ഓപ്പറേഷൻ മൊബിലൈസേഷന്റെ ഡൂലോസ് ഷിപ്പിലുണ്ടായിരുന്നു. तो सन 1986-87 के समय में ऑपरेशन डोलोस जो जहाज था उसमें मैं भी था. ഞങ്ങള് ലോകത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്ന ഒരു സുവിശേഷ കപ്പലാണത്. संसार में अलग अलग जगहों में जाने वाला एक सुसमाचार को फैलाने वाला ऐसा सेवकाई करने वाला एक जहाज. അത് ഇന്ത്യയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ അതിനകത്ത് ഉണ്ടായിരുന്നു. और वो जब भारत में था उस समय में मैं उसमें था. അന്ന് ഞാൻ അവിടുത്തെ അതിനകത്ത് സുവിശേഷകർ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ തന്നെയാ എല്ലാ ജോലിയും ചെയ്യുന്നത്. और उसमें केवल सुसमाचार और सेवक लोग हैं. हम ही सब कुछ करते हैं, सारे काम हम करते हैं. അപ്പൊ ഞാൻ അവിടെ ഡെക് ഡിപ്പാർട്ട്മെന്റില് പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നു. तो आप उसमें डेक डिपार्टमेंट में बहुत से काम करते हैं. അപ്പോൾ പലപ്പോഴും പുറത്തു നിന്നുള്ളവരൊക്കെ വരുമ്പോൾ ഞങ്ങളാണ് അവരെ കാണുന്നതും മറ്റു കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും ഒക്കെ. तो कई बार बाहर से जो लोग आते हैं या जो भी गेस्ट आते हैं तो हम लोग उनसे मिलते हैं और उनकी कार्यों को करते थे. ഏകദേശം 350 പേര് അവിടെ ഈ ഷിപ്പില് വർക്ക് ചെയ്യുന്നുണ്ട്. അന്ന് 40 രാജ്യങ്ങളിൽ നിന്നുള്ള 350 പേര്. लगभग 350 लोग 40 अलग अलग राज्यों से उस जहाज में काम करते थे. ചില രാജ്യങ്ങളിൽ നിന്ന് ഒത്തിരി പേരുണ്ട്, ചില രാജ്യങ്ങളിൽ നിന്ന് ഒരാൾ 2 പേര് അത്രയൊക്കെ ഉള്ളൂ. कुछ राज्यों से कई ज्यादा लोग थे और कुछ राज्यों से 1 या 2 लोग ऐसे थे. അതിനകത്ത് കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്ന ഒരു രാജ്യം സൗത്ത് കൊറിയ. സൗത്ത് കൊറിയയിൽ നിന്ന് ഒത്തിരി പേരുണ്ടായിരുന്നു. और एक ऐसा राज्य जहां से ज्यादा लोग उस जहाज में थे वो साउथ कोरिया, दक्षिण कोरिया था. അങ്ങനെ ആ സൗത്ത് കൊറിയയിൽ നിന്ന് അവർ വളരെ സിൻസിയർ ആയിട്ട് ദൈവത്തെ സേവിക്കുന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. അതിനകത്ത് ഒരു പെൺകുട്ടിയുടെ പേരാണ് പ്രിസ്ക. और वहां पे बहुत ही ईमानदारी से प्रभु की सेवागाई करने वाले लोग थे. उसमें से एक बहन का नाम था प्रिस्का. 350 പേരുള്ളത് കൊണ്ട് എനിക്ക് അത്രയും അവര് ഒന്നാമത്തെ കാര്യം ഇവരെല്ലാം കണ്ട ഒരുപോലെ ഇരിക്കുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങ് വലിയ പരിചയം ശരിക്കും ഇല്ലായിരുന്നു. और क्योंकि 350 लोग हैं और इतना ही नहीं, इन लोगों को देखा जाए तो सब लोग एक समान दिखते हैं, इसलिए मैं व्यक्तिगत तौर पर इतना उनको पहचानता नहीं था. പക്ഷെ ഒരു ദിവസം ഞാൻ ഒരു അവിടെ ന്യൂസ് വന്നു, ഈ പ്രിസ്ക ഇന്ത്യക്കാരിയായ ഒരു സഹോദരിയോട് ചേർന്ന് ബോംബെയില് ഒരു ബസ് കയറി സുവിശേഷ പ്രവർത്തനത്തിന് വേണ്ടി പോവുകയാണ്. और एक दिन ऐसा समाचार हमने सुना, ये प्रिस्का जो बहन है दक्षिण कोरिया का, वो भारत की एक बहन के साथ बस में चढ़कर कहीं सुसमाचार सुनाने के लिए जा रही थी. ബോംബെയിലെ ബസിന്റെ തിരക്കൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഇവിടെ ബസ് കയറാൻ നോക്കി ഫുൾ ആളാണ്. സംഹൗ പ്രിസ്ക വണ്ടിക്കകത്തോട്ട് വണ്ടിയുടെ ഫുട്ബോളിൽ കയറി അന്നേരം ബെല്ലടിച്ചു, വണ്ടി അങ്ങ് പോയി. और आप लोग जानते हैं मुंबई में बस में वगैरह कितनी भीड़ होती है. किसी तरह से ये बहन प्रिस्का जो है, उन्होंने उसके पड़ाव पर पाव रखा और जैसे ही पाव रखा घंटी बज गई और बस निकल गया. ഇന്ത്യക്കാരിയായ സഹോദരി പുറത്ത് നിൽക്കുന്നതേ ഉള്ളൂ. और वो जो अपनी इंडिया की जो निवासी है वो बहन बाहर ही है. അപ്പോ പ്രിസ്ക പെട്ടെന്ന് വിളിച്ചു പറഞ്ഞു സ്റ്റോപ്പ് സ്റ്റോപ്പ് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ നമ്മൾ സ്റ്റോപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി നിർത്തത്തൊന്നുമില്ല. और प्रिस्का ने जोर जोर से चिल्लाया स्टॉप स्टॉप, लेकिन वहां पर ऐसा पुकारने से कोई गाड़ी नहीं रोकता. വണ്ടി മൂവ് ആയി കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി അവളുടെ കൂട്ടുകാരി, അവളുടെ സഹോദരി പുറത്ത് നിൽക്കുന്നതേ ഉള്ളൂ. अब गाड़ी जब चलने लगी तब वो समझ गई कि उसकी मित्र, वो बहन जो है वो बाहर है. അവൾ പെട്ടെന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തു. പക്ഷെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് തല വന്നിടിച്ചു. നമുക്കറിയാവുന്നതുപോലെ ഹെഡ് ഇഞ്ചുറി ആയി. और वो जल्दी से वो चलती हुई बस में से उसने कूदा और जब वो गिरी वो सर के बल गिर पड़ी और सर में चोट लगा. ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. हम लोग प्रार्थना करने लगे. അവളെ കുറിച്ചുള്ള സാക്ഷ്യം അന്നേരമാണ് ഞങ്ങൾ കേൾക്കുന്നത്. और उसके बारे में गवाही तब हमने सुना. കൺഫ്യൂഷനിസം വിശ്വസിക്കുന്ന ഒരു കൊറിയൻ ഫാമിലിയിൽ ഇവൾ മാത്രമാണ് കർത്താവിനെ സ്വീകരിച്ചു വന്നത്. कन्फ्यूशन जो विश्वास करने वाली एक दक्षिण कोरियन की परिवार से केवल ये अकेली बहन विश्वास में आई है. ആ സമയം അവള് കോളേജിൽ പഠിച്ചത് ഫിലോസഫിയാണ്. നല്ല ഫിലോസഫി നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണ്. നല്ല എഡ്യൂക്കേറ്റഡ് ആണ്.
और उस समय में उसने जो है दर्शन या फिलोसफी के बारे में शिक्षण लिया था और बहुत ही अच्छी शिक्षित थी। അതുകൊണ്ട് അവള് എല്ലാവരോടും സുവിശേഷം പറയാൻ തുടങ്ങി. और वो सब लोगों को सुसमाचार बताने लगी, അനേകരെ കർത്താവിലേക്ക് നയിച്ചു. बहुत लोगों को परमेश्वर की ओर अगुवाई किया, മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകളെയൊക്കെ അവൾ കർത്താവിലേക്ക് നയിച്ചു. अन्य धर्म के लोगों को भी यीशु मसीह की ओर अगुवाई किया। അവള് ഡൂലോഷിപ്പിൽ വന്നു കഴിഞ്ഞാലും അവള് വഴിയിലൊക്കെ ഇറങ്ങി നടന്ന് സുവിശേഷം പറയും. और डुलोस जहाज में होने के बावजूद भी जब भी मौका मिले निकलकर लोगों को सुसमाचार सुनाती। എല്ലാവരെയും സ്നേഹിച്ചു, എല്ലാവർക്കും വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരവസ്ഥ. सब लोगों से प्रेम करते हुए दूसरों के लिए जीने का ऐसा एक अवस्था। ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവള് ഹോസ്പിറ്റലിൽ കിടക്കുക. हम लोग सब प्रार्थना करने लगे और बहन अस्पताल में भर्ती हुई। അങ്ങനെ ഒരു സാഹചര്യത്തിൽ, വല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണെന്ന് പോലും പറയാൻ പറ്റില്ല. വി ആർ ഓൾ ക്രൈയിങ്, ഓൾ 350 പേരും ഞങ്ങൾ കരയുകയാണ്. और ऐसी अवस्था में हम प्रार्थना नहीं, हम रो रहे थे। हम प्रार्थना से अधिक हम लोग 350 लोग जो जहाज पर थे, सब लोग रो रहे थे। അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത ഇവൾക്കൊരു അത്ഭുത വിടുതൽ ഉണ്ടാകുമെന്ന് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചു. കാര്യം ദൈവത്തിന് വേണ്ടി ഇത്രയും പ്രവർത്തിച്ച ഒരു പെൺകുട്ടിയല്ലേ. അതും കൺഫ്യൂഷനിസ്റ്റുകളാണ് ഇപ്പോഴും അവളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ കർത്താവ് ഒരു അത്ഭുത വിടുതൽ നൽകുമെന്ന് ഞങ്ങൾ എല്ലാവരും പ്രതീക്ഷിച്ചു. और हमने अपेक्षा किया कि परमेश्वर अद्भुत रीति से इस बहन को एक चमत्कार रीति से वहां पे बचा लेगी, क्योंकि अपने परिवार से, अन्य धर्म से केवल वो अकेली थी। और क्योंकि परमेश्वर के लिए इतना कुछ कार्य किया है, जरूर परमेश्वर उसको चंगाई देगा, ऐसा हमारी अपेक्षा था। ഞങ്ങൾ ഇങ്ങനെ ഒരു നല്ല വാർത്ത കേൾക്കാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ദിവസം നൈറ്റില് ഞാൻ ഈ ഷിപ്പിന്റെ കംപ്ലീറ്റ് കീസ് ഒക്കെ എൻ്റെ കയ്യിലാണ്. ആ സമയത്ത് ഞാനിങ്ങനെ പുറത്ത് നിന്ന് ആൾക്കാര് डेक डिपार्टमेंट കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക. और मैंने कहा था ना, मैं डेक डिपार्टमेंट में और सारी चाबियां, पूरी कुंजी मेरे पास था और मैं डेक में बाहर के लोगों के लिए वगैरह बातों को देखकर वहां बाहर खड़ा था। ഒരാള് വണ്ടി കൊണ്ട് നിർത്തി. അപ്പൊ എനിക്ക് മനസ്സിലായി ഹോസ്പിറ്റലിൽ നിന്ന് വന്നതായിരിക്കും. കാര്യം ഞങ്ങളിങ്ങനെ എപ്പോഴും ഒരു ന്യൂസിന് വേണ്ടി പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. एक व्यक्ति आकर वहां पर गाड़ी पे आया और जब आया तो मैं समझ गया अस्पताल से होगा, क्योंकि हम लोग सब व्यग्रता से अस्पताल से एक अच्छे समाचार के इंतजार में थे। കയറി വന്നപ്പോ ഞാൻ ചോദിച്ചു, പ്രിസ്ക എങ്ങനെയുണ്ട്? और जैसे ही वो व्यक्ति चढ़कर डेक में आया, मैंने पूछा, प्रिस्का बहन कैसी है? അന്ന് ഇതുപോലെ ഫോണൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട്. എന്നാൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, പ്രിസ്ക, ഷീ ഈസ് നോ മോർ, ഷീ ഡൈഡ്, ഐ ജസ്റ്റ് കെയിം ഫ്രം ദ ഹോസ്പിറ്റൽ. तो उस समय में फोन वगैरह नहीं था बताने के लिए। उन्होंने कहा कि प्रिस्का अब इस दुनिया में नहीं रही, वो कुछ समय पहले उसका देहांत हुआ है, मैं अभी अस्पताल से आ रहा हूँ। പ്രിസ്ക മരിച്ച വിവരം ഷിപ്പിൽ ആദ്യം അറിയുന്നത് ഞാനാ. और प्रिस्का की मृत्यु का समाचार उस जहाज में सबसे प्रथम मुझे मिला। ഞാൻ ആകെപ്പാടെ വല്ലാത്ത ഒരു അവസ്ഥയിലായി. और बहुत ही एक अजीब सा एक मेरी अवस्था थी। ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് എന്താ ഇങ്ങനെ സംഭവിക്കുന്നത്? तो मैंने परमेश्वर से पूछा, मसीह ऐसा क्यों हो रहा है? അപ്പൊ കർത്താവ് എനിക്കൊരു വാക്യം, എന്നെ സ്ഥൈര്യപ്പെടുത്തുന്ന ഒരു വാക്യം കർത്താവ് എനിക്ക് തന്നു. उस समय में मुझे हिम्मत देने वाला एक वचन परमेश्वर ने मुझे दिया। അത് യെശയ്യാവിന്റെ പ്രവചനം 57-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളാണ്. 1-2 വാക്യങ്ങൾ. यशायाह नबी का किताब 57वां अध्याय है, उसका पहला और दूसरा वचन। അത് ഒന്നാമത്തെ വാക്യം പറയുന്നത്, the righteous man perishes and no one lays it to heart. Devout men are taken away while no one understands. For the righteous man is taken away from calamity. He enters into peace. They rest in their beds who walk in their righteousness. यशायाह नबी का किताब 57वां अध्याय, उसका पहला और दूसरा वचन। धर्मी जन नाश होता है और कोई इस बात की चिंता नहीं करता। भक्त मनुष्य उठा लिए जाते हैं परंतु कोई नहीं सोचता। धर्मी जन इसलिए उठा लिए गया कि आने वाली आपत्ति से बच जाए। वह शांति को पहुंचता है, जो सीधी चाल चलते हैं वह अपनी खाट पर विश्राम करता है। നീതിമാൻ നശിക്കുന്നു അഥവാ നീതിമാൻ മരിക്കുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ലെന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. പക്ഷെ അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥം ആർക്കും അത് മനസ്സിലാകുന്നില്ല എന്നാണ്. तो धर्मी जन का नाश होना या भक्त का जो मृत्यु होता है, वहां पर लिखा है कि कोई उसकी चिंता नहीं करता, लेकिन मूल भाषा में यह है कि कोई ये मतलब को नहीं समझता। ഭക്തന്മാര് ഒഴിഞ്ഞു പോകുന്നു, भक्त लोग भी उठा लिए जाते हैं, ആർക്കും അത് മനസ്സിലാകുന്നില്ല എന്താ ഇങ്ങനെ സംഭവിക്കുന്നു.
और किसी को समझ नहीं आता कि ऐसा क्यों होता है। എന്നാൽ അടുത്ത വാക്യം പറയുന്നത് നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നു എന്ന് ആരും ഗ്രഹിക്കുന്നില്ല. लेकिन अगला भाग लिखा है, धर्मी जन इसलिए उठा लिया गया है कि आने वाली आपत्ति से बच जाए। അപ്പോൾ അവര് പാപികളായതുകൊണ്ടല്ല, എന്നാൽ വരാൻ പോകുന്ന അനർത്ഥത്തിൽ നിന്ന് ദൈവം അവരെ മറ്റൊരു ലോകത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ്. तो वो पापी है इसलिए नहीं, लेकिन आने वाली जो खतरा है, जो आपत्ति है, उसमें से बचाकर एक नई दुनिया में उन्हें ले जाता है। അതുകൊണ്ടാണ് രണ്ടാം വാക്യത്തിൽ അവൻ സമാധാനത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നാണ്. और इसलिए दूसरे वचन में लिखा है, वह शांति में पहुंचता है। അത് വെറും മനസമാധാനമല്ല, वो केवल मन की शांति नहीं है, സൃഷ്ടാവിന്റെ നമ്മുടെ മണവാളന്റെ സന്നിധിയിൽ നമ്മൾ അനുഭവിക്കുന്ന ശാന്തിയാണത്. हमारे सृष्टिकर्ता, हमारे दुल्हे राजा, हमारा दुल्हा जो है, उसके समीप होने का एक शांति। ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം മരണം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ദുഃഖകരമായ ഒരു സാഹചര്യമല്ല. एक विश्वासी के संबंधित में देखा जाए तो मृत्यु कभी भी एक दुख का विषय नहीं है। തീർച്ചയായും ഒരാള് നമ്മളിൽ നിന്ന് വേർപെടുമ്പോൾ നമുക്ക് ദുഃഖമുണ്ടാകും, അതിന് യാതൊരു സംശയമില്ല. निश्चित तौर पर जब कोई व्यक्ति हमारे से अलग हो जाता है तो हमें दुख होगा, ये स्वाभाविक है, कोई शक नहीं। എത്ര വലിയ വിശ്വാസിയാന്ന് പറഞ്ഞാലും സ്വന്തം സഹോദരനോ സ്വന്തം ഭാര്യയോ സ്വന്തം ഭർത്താവോ സ്വന്തം മക്കളോ ഒക്കെ വേർപെടുമ്പോൾ അവർക്ക് ദുഃഖം ഉണ്ടാകരുതെന്ന് പറയാൻ പറ്റില്ല. कितना भी बड़ा विश्वासी या भक्त क्यों ना हो, उसके अपने जो है, अपना पति पत्नी बच्चे या भाई बहन कोई भी अगर मर जाता है तो उसको दुख नहीं हो, ऐसा हम नहीं कह सकते। നമുക്ക് ദുഃഖം ഉണ്ടാകും, हमें दुख होता है അത് സ്വാഭാവികമാണ്. और वो स्वाभाविक है। അതുകൊണ്ട് പൗലോസ് പറയുന്നത് നിങ്ങൾ പ്രത്യാശയില്ലാത്ത ജാതികളെ പോലെ ദുഃഖിക്കരുതെന്നല്ല പറയുന്നത്, പ്രത്യാശയില്ലാത്ത ജാതികളെ പോലെ ദുഃഖിക്കരുത്. और इसीलिए प्रेरित पौलुस कहता है, जिनमें आशा नहीं ऐसे अन्य जातियों की तरह तुम दुखी ना हो। दुखी मत हो ऐसा वो नहीं कहा, लेकिन अन्य जातियों की तरह तुम दुखी ना हो ऐसा लिखा है। മറ്റുള്ളവരുടെ ദുഃഖത്തിന്റെ കാരണം അവർക്ക് പ്രത്യാശയില്ല എന്നുള്ളതാണ്. दूसरों के दुख का कारण उनमें आशा नहीं है, എന്നാൽ നമുക്ക് അങ്ങനല്ല, നമുക്ക് പ്രത്യാശയുണ്ട്. लेकिन हमारे बारे में ऐसा नहीं है, हमारा एक आशा है। നമ്മളിൽ നിന്ന് വേർപെട്ടു പോയ വിശുദ്ധന്മാരായ ആളുകൾ താന്താന്റെ കിടക്കയിൽ വിശ്രമം പ്രാപിക്കുന്നു, അല്ലെങ്കിൽ അവർ സമാധാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. हम में से अलग हुए अलग अलग भक्त लोग जो है अपनी खाट पर विश्राम करते हैं, या फिर वो शांति में प्रवेश कर चुके हैं। ആത്യന്തികമായി അവർ നന്മയിലേക്കാണ് പ്രവേശിച്ചത്, അത് ഒരു ദുരന്തമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. तो वास्तविकता में वो एक भलाई की ओर प्रवेश किए हैं, और ये कोई अपघात नहीं है, ये हमको समझना है। പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടെ ഇരിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അത് അത്യുത്തമമല്ലോ. प्रेरित पौलुस कहता है कि शरीर से अलग होकर यीशु मसीह के साथ रहना मैं पसंद करता हूं, क्योंकि वो अति उत्तम है। ശരിക്കും ഞാൻ അതിനെക്കുറിച്ച് ഇന്നലെ രാവിലെയും ഒരു മീറ്റിംഗിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, 3 അവസ്ഥകളുണ്ട്. और उसके बारे में आज सुबह भी एक संगति में जब मैंने कहा तो मैंने बोला कि 3 अवस्था है। ഒന്ന്, നമ്മൾ യേശുവിനെ അറിയുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ച, പാപത്തിൽ ജീവിച്ച അവസ്ഥ. एक, यीशु मसीह को जानने के पहले इस संसार में पाप में जीने की अवस्था, അത് അധമമായ അവസ്ഥയാണ്. അധമം, वो अधर्म का एक अवस्था है। അധമമായ അഥവാ ഉത്തമം എന്നതിന്റെ ഓപ്പോസിറ്റ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്, അധമമായ അവസ്ഥ. तो वो एक बदतर अवस्था है। എന്നാൽ യേശുവിനെ അറിഞ്ഞ് യേശുവിനോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഉത്തമമായ അവസ്ഥയാണ്. लेकिन यीशु मसीह को जानकर इस संसार में जीना वो एक उत्तम अवस्था है। അപ്പോൾ യേശു ഇല്ലാത്ത ജീവിതം അധമമാണ്, യേശുവിനോട് കൂടെയുള്ള ഇവിടുത്തെ ജീവിതം ഉത്തമമാണ്. यीशु मसीह के बिना जो जीवन है वो एक बदतर जीवन है, और यीशु मसीह के साथ का जीवन जो इस संसार में है वो अति उत्तम जीवन है। എന്നാൽ യേശുവിനോട് കൂടെ ഇവിടെ ഉള്ളത് ഉത്തമമാണെങ്കിൽ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത് ഉത്തമമല്ല, അത്യുത്തമമാണ്. और तीसरा पड़ाव जो हम देखते हैं, अगर यीशु मसीह को जानकर संसार में जीना उत्तम अवस्था है, तो शरीर को छोड़कर यीशु मसीह के साथ जीना वो केवल उत्तम नहीं, वो अति उत्तम है। അപ്പോൾ മരണം എന്ന് പറയുന്നത് അത്യുത്തമമായ അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന
ഒരു കാര്യമാണ്. तो मृत्यु जो है एक अति उत्तम अवस्था में हमें ले जाने वाली एक प्रक्रिया है. പക്ഷെ ഇവിടെ യേശുവിനോട് കൂടെ ജീവിക്കുന്നവർക്ക് മാത്രമേ വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിപ്പാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അത് അത്യുത്തമല്ല. കാര്യം ഇപ്പോഴും ഞാൻ യേശുവിന്റെ കൂടെ തന്നെയാണ്, അത് ഉത്തമമാണ്. പക്ഷെ വിട്ടുപിരിഞ്ഞു പോകുന്നത് അത്യുത്തമമാണ്. लेकिन ये केवल उन लोगों के लिए है जो यहाँ पर इस संसार में स्थायी जीवन में तात्कालीन समय में यीशु के साथ जीते हैं, क्योंकि यीशु मसीह के साथ संसार में जीना उत्तम बात है. ऐसे लोग जब अपने शरीर को छोड़कर जाते हैं तब यीशु मसीह के साथ जीना वो अति उत्तम बात होता है. നമ്മൾ ഈ ഭൂമിയിൽ എത്ര കാലം ജീവിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ കർത്താവാണ്. हम इस संसार में कितने वर्ष जीना है इसका निर्णय हमारा परमेश्वर करता है. നമുക്ക് എന്നും ഇവിടെ ജീവിക്കാനുള്ളവരല്ലല്ലോ നമ്മൾ. हम लोग हमेशा के लिए यहाँ जीने वाले लोग नहीं हैं. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു ഭവനമുണ്ട്. हमारे लिए तैयार किया हुआ, निर्माण किया हुआ एक भवन है. നമുക്ക് അങ്ങോട്ട് പോകാനുള്ളവരാ നമ്മൾ. हम वहां जाने वाले लोग हैं. അങ്ങോട്ട് പോകാൻ ഒരു വാഹനം വേണം. और वहां जाने के लिए हमारे लिए एक गाड़ी की जरूरत है. അത് ചിലപ്പം സ്വാഭാവികമായ മരണമായിരിക്കും, ചിലപ്പോൾ അപകട മരണമായിരിക്കും, ചിലപ്പം വൈറസ് അറ്റാക്ക് ആയിരിക്കും. എന്താണെങ്കിലും ഇതെല്ലാം അങ്ങോട്ട് പോകാനുള്ള ഓരോ വാഹനങ്ങളാണ് എന്ന് കണ്ടാൽ മതി. तो बस हमें उसको इस तरह से देखना है, हमें उस दुनिया में ले जाने के लिए जो हमारा जो गाड़ी है, जो वाहन है, हो सकता है अपघात भरा मृत्यु हो सकता है स्वाभाविक मृत्यु हो, या फिर हो सकता है वायरस की वजह से मृत्यु हो. बस उसे इसी तरह से हमको देखना है. പണ്ടൊക്കെ ഇവിടുന്ന് ദുബായിക്ക് പോകണമെങ്കിൽ, ഇന്ത്യയിൽ നിന്ന് ദുബായിക്ക് പോകണമെങ്കിൽ കപ്പലേ പോകണമായിരുന്നു, ഒത്തിരി ദിവസം എടുക്കുമായിരുന്നു. ഇപ്പൊ ഫ്ലൈറ്റിലാ പോകുന്നത്, മണിക്കൂർ കൊണ്ട് അങ്ങ് ചെല്ലും. कुछ जमाने पहले इंडिया से दुबई जाने के लिए हमें जहाज में जाना पड़ता था और बहुत से दिन लग जाते थे. आज हम लोग हवाई जहाज में जाते हैं और कम समय में पहुंच जाते हैं. അപ്പൊ എന്നതുപോലെ ഇച്ചിരി സ്പീഡിൽ അങ്ങ് ചെല്ലുന്ന ഒരവസ്ഥയാണ് ഇതുപോലെയുള്ള പെട്ടെന്ന് അങ്ങ് പോകുന്ന അവസ്ഥയുണ്ട്. പക്ഷെ അതിനെ നമ്മൾ പേടിക്കണ്ട. കാരണം എങ്ങനെ മരിക്കുന്നു എന്നുള്ളതല്ല, എവിടേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. तो इस तरीके से जल्दी जाने का ये सारी अलग अलग गाड़ी है, ये कैसे मरते हैं ये कोई मायने नहीं रखता, लेकिन कहाँ जाते हैं ये मायने रखता है. ഞാൻ ഒരിക്കൽ പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പലരുടെയും പ്രാർത്ഥന, കർത്താവേ എനിക്കൊരു നല്ല മരണം തരണമെന്നാണ്. एक बार प्रचार करते समय मैंने ऐसा कहा कि बहुत से लोग ऐसा प्रार्थना करते हैं कि मुझे एक उत्तम मृत्यु देना. എന്നാൽ ഞാൻ പറയുന്നത് നല്ല മരണം കിട്ടണമെന്നല്ല, നല്ല ഒരു ഉയിർപ്പ് കിട്ടണമെന്നുള്ളതാണ്. लेकिन मैं कहता हूँ एक अच्छी मृत्यु नहीं, मुझे एक अच्छा जी उठना मिलना है. ഹല്ലേലൂയ. हालेलुया. അതുകൊണ്ട് നമ്മൾ തീർച്ചയായും മനസ്സിലാക്കണം, നല്ല ഒരു ഉയിർപ്പിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കേണ്ടത്, അല്ലാതെ ഇവിടെ നല്ല ഒരു മരണത്തിന് വേണ്ടിയല്ല. इसीलिए अच्छा एक जी उठने के लिए हमें प्रयास करना है, हमें इंतजार करना है, यहाँ पर एक अच्छी मृत्यु पाने के लिए नहीं. ഇവിടുത്തെ മരണം എങ്ങനെയാണെങ്കിലും എങ്ങനെ കുഴിച്ചിട്ടാലും അതൊന്നുമല്ല വിഷയം. പക്ഷെ ഒരു ദിവസം കർത്താവിന്റെ വരവിൽ മരിച്ചവരൊക്കെയും ഉയിർത്തെഴുന്നേൽക്കും. ആ ഉയിർപ്പാണ് ഏറ്റവും പ്രധാനം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. यहाँ किस तरह से मर जाते हैं, कैसा गाड़े जाते हैं, इसमें कोई अहमियत नहीं है. ये कोई अहम बात, महत्व बात नहीं है. महत्व की बात यह है हमारा परमेश्वर, हमारा यीशु मसीह जब आएगा, जब मृत्यु में से लोग जी उठेंगे, उस दिन हमको जी उठना है. ഹല്ലേലൂയ. हालेलुया. ഓക്കെ, നമുക്ക് ഈ ദിവസങ്ങളിൽ പഠിക്കാനായിട്ട് ഞാൻ യൂദായുടെ ലേഖനത്തിൽ നിന്നാണ് ചില ഭാഗങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. इन दिनों में हमारा वचन अध्ययन करने के लिए यहूदा के पत्र में से कुछ बातों को बताना चाहूंगा. പാസ്റ്റർ ജെയിംസുമായും ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ അദ്ദേഹം അതിനകത്ത് വളരെ താല്പര്യം കാണിച്ചു. पास्टर जेम्स से भी जब बात किया तो उन्होंने भी इसमें बहुत रुचि दिखाया. അത് യൂദായുടെ ലേഖനം ഒരധ്യായം മാത്രമേ ഉള്ളല്ലോ, അതിന്റെ 20ഉം 21ഉം വാക്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത്. यूदा की पत्री, उसमें केवल एक ही अध्याय है, उसका 20 और 21वां वचन में हम मनन करेंगे. നമ്മൾ ഈ 3 ദിവസവും ഇതിൽ നിന്നാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. तो आने वाले 3 दिन हम लोग इसमें से सीखने की कोशिश करेंगे. വളരെ വിശാലമായ ഒരു സബ്ജക്റ്റ് ആണ്. മൊത്തം നമുക്ക് പഠിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നറിയില്ല. എങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. बहुत ही विशाल विषय है, लेकिन जो सीखते हैं उसको अच्छे से सीखेंगे तो बाकी बातें हम अपने आप समझ जाएंगे.
അവിടെ നമ്മളെ 20-21 വാക്യങ്ങൾ ഒന്ന് വായിക്കാം. 20 और 21वें आयत को हम पढ़ेंगे. But you, beloved, building yourselves upon your most holy faith, praying in the Holy Spirit, keep yourselves in the love of God, looking for the mercy of our Lord Jesus Christ unto eternal life. पर हे प्रियो, तुम अपने अति पवित्र विश्वास में अपनी उन्नति करते हुए और पवित्र आत्मा में प्रार्थना करते हुए अपने आप को परमेश्वर की प्रेम में बनाए रखो और अनंत जीवन के लिए हमारे प्रभु यीशु मसीह की दया की आशा देखते रहो. 20-21 വാക്യങ്ങളില് ശരിക്കും നമ്മൾ എങ്ങനെ നമ്മളെ എക്വിപ്പ് ചെയ്യണമെന്നാണ് അവിടെ പഠിപ്പിക്കുന്നത്. 20 और 21वें आयत में वचन में हम अपने आप को कैसे सज्ज करते हैं ये लिखा गया है. എന്നാൽ 22-23 വാക്യങ്ങളില് നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ എക്വിപ്പ് ചെയ്യണം എന്നാണ് കാണുന്നത്. और 22 और 23 अगला वचन में हम दूसरों को कैसे तैयार करते हैं, सज्ज करते हैं, इस बारे में लिखा है. സമയമുണ്ടെങ്കിൽ നമുക്ക് അതും കൂടെ നോക്കി പോകാം. എങ്കിലും അവിടെ പറയുന്നത്, അതായത് ഈ 20-21 വായിക്കുമ്പോൾ, നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവിൻ. तो जो दूसरों को तैयार करने के विषय भी समय मिला तो इसके साथ हम देखेंगे, लेकिन यहाँ पर 20 और 21 में ऐसा लिखा है, पर हे प्रियो, तुम अपने अति पवित्र विश्वास में अपनी उन्नति करते हुए और पवित्र आत्मा में प्रार्थना करते हुए अपने आप को परमेश्वर के प्रेम में बनाए रखो और अनंत जीवन के लिए हमारे प्रभु यीशु मसीह की दया की आशा देखते रहो. 4 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. 4 विषयों को वहां पर उल्लेख किया है. ആ 4 കാര്യങ്ങളും നമുക്ക് ക്രമേണയായിട്ട് പഠിക്കാം. इन चारों बातों को एक सूची के समान प्रमाण में हम पढ़ेंगे. എന്നാൽ അവിടെ വേഴ്സ് 20 തുടങ്ങുന്നത് നിങ്ങളോ പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞാണ്. 20वां वचन का जो शुरुआत है, आरंभ इस तरह से किया है, पर हे प्रियो. യു ബിലവഡ്. हे प्रियो. അപ്പോൾ ഇത് നിങ്ങൾക്കുള്ള ഒരു ദൂതാണ്. ये हमारे लिए है या तुम्हारे लिए है. ഇവിടെ 2 ഡിഫറന്റ് ആയിട്ടുള്ള ആളുകൾ ഈ അധ്യായത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. यहाँ पर 2 अलग अलग लोग यहाँ पर प्रत्यक्ष होते हैं. ഒന്ന് അവർ, एक वो लोग, they and we or you. एक वो लोग, दूसरा हम लोग या मैं. You see, ഈ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. इस फर्क को हमें समझना है. നമ്മളോടുള്ള സന്ദേശമാണ് ഈ യൂദായുടെ ലേഖനം. हमारे लिए एक संदेश है यहूदा का पत्री. എന്നാൽ അതിനകത്ത് മറ്റുള്ള ചിലരെ, അവര് നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരല്ല, അവരെ കുറിച്ചുകൂടെ നമ്മളെ ഓർപ്പിക്കുന്നു. लेकिन इस पत्री में दूसरों के बारे में, वो हमारे से कोई संबंध नहीं रखते, लेकिन उनके बारे में भी हमें स्मरण दिलाया जाता है. നമ്മൾ ആരാണ്, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളത് എഴുതാനാണ്, അത് പറയാനാണ് യൂദ ലേഖനം എഴുതുന്നത്. हम कौन है और हमें क्या करना है ये बताने के लिए यहूदा इस पत्री को लिखता है. ഞാൻ ഇടയ്ക്ക് പറയട്ടെ, ഈ ലേഖനം എഴുതിയ യൂദ യേശുവിനെ ഒറ്റിക്കൊടുത്ത ഇസ്കരിയോത്ത യൂദ ഒന്നും അല്ല കേട്ടോ. और बीच में कहना चाहूंगा, ये यहूदा जो है यीशु मसीह को दिखाया या पकड़वाने वाला यहूदा इस्करियोत नहीं है. ഒരാളിങ്ങനെ പറയുന്നത് കേട്ടു, യൂദ കെട്ടിയാന്ന് ചത്താലും ഏതാണെങ്കിലും അതിനു മുമ്പേ ഒരു ലേഖനം എഴുതിയാ പോയത്. क्योंकि किसी ने कभी ऐसा कहते हुए मैंने सुना, यहूदा मरने से पहले एक पत्री लिखकर मर गया. ആ യൂദ അല്ല ഈ ലേഖനം എഴുതിയത്. उस यूदा ने इस पत्र को नहीं लिखा है. 1-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ. पहले ही आयत में लिखा गया है, यहूदा की ओर से, जो यीशु मसीह का दास और याकूब का भाई है. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് യേശുവിന്റെ തന്നെ സഹോദരനായിരുന്ന യൂദയാണ്. तो हमें समझ जो आता है, ये यीशु मसीह का सगा भाई जो यूदा है वो है. കാരണം നമ്മൾ വായിക്കുമ്പോൾ നാട്ടുകാര്
യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഇവന്റെ അമ്മ മറിയയല്ലയോ, ഇവന്റെ സഹോദരന്മാരായ യാക്കോബ്, യോസെ, യൂദ എന്നിവർ നമ്മോടൊപ്പം ഇല്ലയോ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗം. तो हमने वचन में देखा है कि लोग यीशु मसीह के बारे में जो कहते हैं, इसकी माँ तो मरियम है, लेकिन इसके भाई यूदा, जोसेफ और जॉन ये सब हमारे साथ है, क्या ये उनमें से नहीं? അപ്പോൾ യേശുവിന്റെ സഹോദരന്മാരിൽ ഒരാളുടെ പേര് യൂദ എന്നായിരുന്നു. तो यीशु मसीह के भाइयों में से एक का नाम यूदा था. എന്നാല് ഇവിടെ യൂദ ഞാൻ യേശുവിന്റെ സഹോദരനാണെന്ന് പറഞ്ഞ് വലിയ അഹങ്കാരം ഒന്നും പറയുന്നില്ല. लेकिन यहाँ पर यहूदा में यीशु का भाई है कहते हुए कोई घमंड नहीं करता. പറയുന്നത് യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ എന്നാണ്. वो कहता है यीशु का दास और याकूब का भाई. കാരണം ശാരീരിക ബന്ധത്തെക്കാൾ വലിയ ഒരു ബന്ധമാണ് യേശുവിന് യൂദായ്ക്ക് യേശുവായിട്ടുള്ളത്. क्योंकि शारीरिक रिश्ते से भी एक बड़ा रिश्ता है यहूदा का यीशु मसीह के साथ. യേശുവിന്റെ സഹോദരൻ എന്ന് പറയുന്നതിനേക്കാൾ യേശു എന്റെ യജമാനനാണെന്ന് പറയുന്നതാണ്, അഥവാ ഞാൻ അവന്റെ ദാസനാണെന്ന് പറയുന്നതാണ് യൂദ വലിയ കാര്യമായിട്ട് ചിന്തിക്കുന്നത്. यीशु मेरा भाई है ये कहने से उत्तम यहूदा समझता है कि यीशु मेरा मालिक है या मैं यीशु का दास हूं, ये कहने में उसे घमंड है. അതുപോലെ ആ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. എന്നാൽ ഇവിടെ നമ്മള് യൂദ ലേഖനം എഴുതുന്നത് ആൾക്കാണെന്ന് പറയുന്നു. യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായ വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത്. तो इस बारे में हम लोग चर्चा बाद में करेंगे, लेकिन हम ये देखेंगे किनके लिए ये पत्र लिखा गया है. उन बुलाए हुओं के नाम जो परमेश्वर पिता के प्रिय और यीशु मसीह के लिए सुरक्षित है. അവിടെ 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, അവർ പിതാവായ ദൈവത്തിൽ സ്നേഹിക്കപ്പെട്ടു. 2 ഓക്കെ, वहां पर 3 बातें लिखा गया है. एक, वो पिता परमेश्वर के प्रिय है. രണ്ടാമത്, യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടു. यीशु मसीह के लिए सुरक्षित रखा है. മൂന്നാമത്, വിളിക്കപ്പെട്ടു. और तीसरा, बुलाए गए लोग. അപ്പോൾ ഈ വ്യക്തികളാണ് നമ്മൾ. तो हम इन लोगों में से हैं. ഇത് നമ്മളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അതായത് യൂദ നിങ്ങൾ എന്ന് പറയുമ്പോൾ ഈ കാര്യങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. तो ये हमारे लिए लिखा गया है. जब यहूदा कहता है कि तुम, तो हम लोगों के लिए, और ये बातें हमारे ध्यान में आना है. എന്നാൽ നമ്മളല്ലാത്ത മറ്റൊരു, അഥവാ നമ്മളിൽ നിന്ന് വ്യത്യസ്തരായ അവരെ കുറിച്ചും ഈ ലേഖനത്തിൽ പറയുന്നുണ്ട്. लेकिन हमारे अलावा जो इससे अलग है, ऐसे उन लोगों के बारे में भी इसमें लिखा है. അവരെ കുറിച്ച് നമ്മൾ അറിയണം, പക്ഷെ അവരെ കുറിച്ച് നമ്മൾ അങ്ങനെ വലിയ റിസർച്ച് ഒന്നും നടത്തേണ്ട കാര്യമില്ല. उनके बारे में हमको जानना है, लेकिन उनके बारे में ज्यादा छानबीन करने की जरूरत नहीं. പക്ഷെ എന്നാൽ നമ്മളെ കുറിച്ച് നമ്മൾ റിസർച്ച് നടത്തേണ്ട ആവശ്യമാണ്. लेकिन हमारे बारे में हमें एक रिसर्च करना है. കാര്യം നമ്മൾ ആരാണെന്നുള്ളത് നമ്മൾ അറിയണം. कि हम कौन है ये हमको जानना है. പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടവര്, യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവര്, വിളിക്കപ്പെട്ടവര്. हम बुलाए गए लोग हैं, पिता परमेश्वर से प्रेम करने वाले लोग हैं, और हम यीशु मसीह में सुरक्षित रखे हुए लोग हैं. ഈ നമ്മൾ ആരാണെന്ന് അറിയുന്നത് ഒരു വലിയ കാര്യമാണ് കേട്ടോ. നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കാൻ ഏറ്റവും അത്യാവശ്യം നമ്മൾ നമ്മളുടെ ഐഡന്റിറ്റി മനസ്സിലാക്കണം എന്നുള്ളതാണ്. हम कौन है ये जानना बहुत बड़ी बात है. हम अपने आप को सुरक्षित रखने के लिए, पवित्र रखने के लिए अपनी पहचान को जानना अत्यंत जरूरी है. നമ്മൾ ആരാണെന്ന് അറിഞ്ഞാൽ നമ്മുടെ ജീവിതം എല്ലാം മാറി മറിയും. अगर हम जान ले कि हम कौन है, हमारा जीवन में उलटफेर हो जाएगा. അലക്സാണ്ടർ രാജകുമാരനെ കുറിച്ച് ഒരു സ്റ്റോറി, നടന്ന ഒരു കഥയാ, ഇങ്ങനെ കേട്ടിട്ടുണ്ട്. अलेक्जेंडर राजकुमार के बारे में एक कहानी, जो घटित कहानी है, ऐसा सुना है. ഫിലിപ്പ് രാജാവിന്റെ മകനായിരുന്നു അലക്സാണ്ടർ. फिलिप राजा का बेटा था राजकुमार अलेक्जेंडर. അപ്പൊ തീരെ ചെറിയ പ്രായത്തിൽ തൊട്ട് ഫിലിപ്പ് രാജാവ് പറയുമായിരുന്നു, നിന്നെ കുറിച്ചുള്ള എന്റെ സ്വപ്നം എന്ന് പറയുന്നത് നീ ലോക ജേതാവാകണം, എല്ലാ രാജ്യങ്ങളെയും കീഴടക്കി ലോകത്തിന്റെ ചക്രവർത്തിയാകണം. बहुत छोटी सी आयु से फिलिप राजा जो है अपने राजकुमार अलेक्जेंडर से कहता था, तेरे बारे में मेरी जो प्रतीक्षा और अपेक्षा है, तू
तो संसार भर के राज्यों के ऊपर राज करना, उनके कब्जा करना। എന്നാല് ഈ അലക്സാണ്ടർ രാജകുമാരൻ വളർന്നു വന്നപ്പോൾ തെരുവ് പിള്ളാരുമായിട്ട് കൂട്ടുകൂടി ഒരു വല്ലാത്ത ഒരു സ്റ്റേജിലായി. लेकिन अलेक्जेंडर जैसे ही वो उसका परवरिश होता था, वो बढ़ते गया, वो रास्ते के बच्चों के साथ मिलकर एक अलग रीति से बढ़ने लगा। ചീത്ത പറയുകയും വഴക്കുണ്ടാക്കുകയും മദ്യപിക്കുകയും ഒക്കെ ചെയ്യാൻ തുടങ്ങി. गाली गलौज देना, झगड़ा करना, यहाँ तक दारू पीना, ऐसा नशा सेवन करना शुरू किया। ഫിലിപ്പ് രാജാവിന് ഭയങ്കര സങ്കടമായി. और फिलिप राजा को बहुत दुख हुआ। അദ്ദേഹം മകനെ വിളിച്ചു. उसने अपने पुत्र को बुलाया। എന്നിട്ട് പറഞ്ഞു, മോനെ, നീ അവരുടെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു കാര്യം നീ ഓർത്തോണം. बेटा, तुम जब उनके पास जाते हो तो एक बात को स्मरण करना। ഒന്ന്, നീ ആരാണെന്ന് നീ ഓർത്തോണം. एक, तू कौन है ये तू याद करना। അത് മാത്രം പോരാ, നീ ആരാകാനുള്ളവനാണ് എന്നുള്ളതും നീ ഓർത്തോണം. ये काफी नहीं है, आगे जाकर तू क्या बनेगा ये भी तुझे स्मरण रखना। ഈ രണ്ട് കാര്യങ്ങൾ ഓർത്താലുണ്ടല്ലോ നമ്മുടെ ജീവിതം ഭയങ്കര വ്യത്യാസമായി പോകും. और ये दो बातें अगर हम स्मरण रखते हैं तो हमारा जीवन में बहुत बदलावट होगा। എപ്പോഴും നമ്മൾ ഓർക്കണം നമ്മൾ ആരാണെന്ന്. हर समय हमको स्मरण रखना है कि हम कौन है। നമ്മൾ അവരല്ല, हम उन लोग नहीं है, നമ്മൾ അവരെ പോലെയല്ല. हम उनके जैसा नहीं है। അവർ ഈ സ്ട്രീറ്റിൽ കിടന്ന് കളിച്ച് കുറച്ച് വഴക്കൊക്കെ ഉണ്ടാക്കി എന്തെങ്കിലുമൊക്കെ കാണിക്കും. പക്ഷേ നമ്മൾ ദൈവമക്കളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. वो रास्ते में झगड़ा करेंगे, कैसे भी तरह से जिएंगे, लेकिन हम उनके जैसा नहीं, हम परमेश्वर के संतान है, ये स्मरण करना। നമ്മൾ പിതാവായ ദൈവത്തിനാൽ സ്നേഹിക്കപ്പെട്ടവരാണ്. हम पिता परमेश्वर के प्रेम किए हुए लोग हैं। യേശു ക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടവരാണ്. यीशु मसीह के लिए सुरक्षित रखे हुए लोग हैं। സ്വർഗത്തിനായി വിളിക്കപ്പെട്ടവരാണ്. स्वर्ग के लिए बुलाए गए लोग हैं। ഇത്രയും ബോധം ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും രീതിയിൽ പാപത്തിൽ വീണു പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. अगर इतना विवेक है तो किसी भी रीति से पाप में गिरेंगे ऐसा मुझे नहीं लगता। ആൾക്കാരെല്ലാം കൂടെ കൂടി തമാശയൊക്കെ പറഞ്ഞ് പൊട്ടച്ചൊൽ കളിവാക്കെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അവരുടെ കൂടെ കൂടാൻ അങ്ങോട്ട് ചെല്ലുമ്പോഴാണ് നമ്മൾ ആലോചിക്കുക, അയ്യോ, ഞാൻ ഇവരല്ല, ഞാൻ പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെടുന്നവനാണ്, യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെടുന്നവനാണ്, ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ്. എനിക്ക് ഈ പൊട്ടച്ചൊല്ല് കളിവാക്ക് ഇതിനകത്തൊന്നും എനിക്ക് ഇടപെടാൻ കഴിയില്ല. ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ്, ഞാൻ ആരാകാനുള്ളവനാണ് എന്നുള്ള തിരിച്ചറിവ്, ഇത് രണ്ടും ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം വിശുദ്ധിയിൽ സൂക്ഷിക്കാൻ വേറെ ഒന്നും വേണ്ട. तो ऐसे हंसी मजाक करने वाले लोगों के बीच में, गाली गलौज देने वाले लोगों के बीच में, मजाक करने वाले लोगों के बीच में जब हम जाते हैं, उस समय में हमको स्मरण आता है, अरे मैं तो इन लोगों के जैसा नहीं हूँ, मैं तो पिता परमेश्वर का प्रेम किया हुआ व्यक्ति हूँ, मैं यीशु मसीह के लिए सुरक्षित रखा गया व्यक्ति हूँ, मैं स्वर्ग के लिए बुलाया गया व्यक्ति हूँ, मैं कौन हूँ और मैं क्या बनने वाला हूँ। इसका विवेक अगर मेरे अंदर हो तो हम कदापि पाप नहीं करेंगे और एक पवित्र जीवन जी पाएंगे। ഹല്ലേലൂയ. അപ്പോൾ ഓരോ സമയങ്ങളിലും നമ്മുടെ ഐഡന്റിറ്റിയെ കുറിച്ചുള്ള വളരെ കൃത്യമായ ബോധ്യം നമുക്ക് അത്യാവശ്യമാണ്. तो प्रत्येक समय हमारी पहचान के बारे में एक साफ समझ हमारे अंदर होना बहुत ही अनिवार्य है। അത് ആ ഒരു ബോധ്യം ഇല്ലാത്തത് കൊണ്ടാ പലപ്പോഴും നമ്മള് ഈ കാര്യത്തെക്കുറിച്ച് അതായത് അതുകൊണ്ടാ പലപ്പോഴും നമ്മള് ഒരു വേർപാടുമില്ലാതെ എല്ലാവരുമായിട്ടും ചേർന്ന് കളിച്ചു നടക്കുന്നത്. ये विवेक ना होने से या इस बारे में समझ ना रखने से हम सब लोगों के साथ घुल मिलकर बिना अलगावट के जीवन को जीते हैं। അത് നമുക്ക് ഒരു കാരണവശാലും ആ ഒരു ജീവിതം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. लेकिन किसी भी कारणवश इस तरह का जीवन हमारा नहीं होना चाहिए। അപ്പൊ അതുകൊണ്ട് ഇന്ന് എന്റെ വചനങ്ങളെ കേൾക്കുന്നവരെല്ലാം അവരുടെ ജീവിതത്തിൽ 24 hours ആലോചിച്ചോണം, ഞാൻ ആരാണ്, ഞാൻ ആരാകാനുള്ളവനാണ്. इसलिए मेरे वचन को सुनने वाले तमाम लोग ये दो बातों को हमेशा 24 घंटे सोचना, मैं कौन हूँ और मैं क्या बनने वाला हूँ। അവരെ പിന്നെ നമ്മൾ കാണുന്നത് അവരെ കുറിച്ചാണ്. और उसके बाद हम लोग उन लोगों के बारे में देखते हैं। അവരെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അവർ എന്ന് പറഞ്ഞ് നമ്മൾ യൂദായുടെ ലേഖനത്തിൽ കാണുന്നു.
और उनके बारे में ऐसा ही संबोधित किया है, वो लोग, उन लोग। അത് നമുക്കുള്ള വാർണിങ്സ് ആണ്, അല്ലാതെ അവരെ കുറിച്ച് റിസർച്ച് നടത്താൻ വേണ്ടിയുള്ള ഭാഗങ്ങളല്ല. നമ്മള് നല്ല അലേർട്ട് ആയിരിക്കണം, അവര് നമ്മളെ വഞ്ചിക്കരുത്. और ये जो है हमारे लिए चेतावनी है, उनके बारे में छानबीन या खोज करने की बात नहीं है, उन्हीं लोगों के बारे बताकर हमको जागरूक किया जा रहा है। അവരെ പോലെ ആകാതിരിക്കാനാ നമ്മൾ അവരെ കുറിച്ച് പഠിക്കുന്നത്. उनके जैसा ना बनने के लिए हम उनके बारे में सीखते हैं। കാര്യം അവര് നമ്മൾ ഓരോ ഭാഗങ്ങൾ വായിക്കുമ്പോഴും അറിയാം, അവര് നമ്മളെ എങ്ങനെങ്കിലും വഞ്ചിക്കാനും ചതിക്കാനും നോക്കുന്നവരാ. അവരുടെ ചതിയിൽ പെട്ടുപോകരുതെന്നാണ് യൂദ പറയുന്നത്. क्योंकि उस भाग को पढ़ते समय हमें जान आता है कि वो हमें फंसाने की कोशिश करते हैं और उनके छल में नहीं फंसना, ऐसा यहूदा हमको याद दिलाता है। അതുകൊണ്ട് അവരെ കുറിച്ച് വലിയ റിസർച്ച് ഒന്നും വേണ്ട, അറിയണം, അല്ല അത്രയൊക്കെ മതി, അല്ലാതെ വലിയ റിസർച്ചിന്റെ ഒന്നും ആവശ്യമില്ല. इसलिए उनके बारे में बहुत से अनुसंधान करने की कोई जरूरत नहीं है, खोजने की जरूरत नहीं है, लेकिन जानकारी जरूर रखना। 1999 ആ സമയത്തൊക്കെ അത്രയും നിങ്ങൾക്ക് പലർക്കും അത് അറിയത്തില്ലായിരിക്കും. അന്നത്തെ ഒരു വലിയ ഒരു ഇതായിരുന്നു അന്തിക്രിസ്തു. 2000 തികയത്തില്ല, അതിനു മുമ്പ് കർത്താവ് വരും, അന്തിക്രിസ്തു. അയ്യോ എന്റെ ദൈവമേ, എവിടെ ചെന്നാലും അന്തിക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രസംഗങ്ങളായിരുന്നു. 1999 के समय मुझे पता नहीं कितने लोगों को याद होगा, लेकिन उस समय में 2020 में प्रवेश करने से पहले बहुत से लोग ये प्रचार करते थे कि अब तो दुनिया जो है 2000 में नहीं प्रवेश करेगा और 1999 में ही सब समाप्त हो जाएगा। मसीह विरोधी, हर जगह मसीह विरोधी आ गया है, इस तरह का प्रचार सुनता था। അപ്പോ ഗുഡ് ന്യൂസ് മാസികയിലെ വാരികയിൽ അവരെന്നോട് പറഞ്ഞു, സാജു ഇതിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് എഴുതാൻ പറഞ്ഞു. तो गुड न्यूज में उस समय के लोगों ने कहा कि मैं उसके बारे में एक लेख लिखूं। അപ്പൊ ഞാൻ എഴുതിയ ടൈറ്റില് എനിക്ക് അന്തിക്രിസ്തുവിൽ പ്രത്യാശയില്ലെന്നാ. और उस समय में मैंने जो उसको शीर्षक दिया था कि मसीह विरोधी में मेरी आशा नहीं। ഞാൻ പറഞ്ഞു, ഞാൻ നോക്കിയിരിക്കുന്നത് അന്തിക്രിസ്തുവിനെ അല്ല, ഞാൻ യേശു ക്രിസ്തുവിനെയാണ് നോക്കിയിരിക്കുന്നത്. मैंने कहा मैं यीशु मसीह की प्रत्याशा, उसकी आशा में हूँ, मैं ये मसीह विरोधी की आशा में नहीं हूँ। ആരെങ്കിലും വരുന്നെങ്കിൽ വരട്ടെ, എനിക്കതിന് വിരോധമൊന്നുമില്ല, അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷെ വേറൊരു കാര്യമുണ്ട്, എന്റെ ജീവിതം മുഴുവൻ അന്തിക്രിസ്തു എതിലേക്കൂടാ വരുന്നതെന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനൊന്നും അല്ല. എനിക്ക് യേശുവിന്റെ വരവാ എനിക്ക് പ്രധാനം. अगर कोई आता है तो आने दो, मैं उसके खिलाफ नहीं हूँ, वो तब देखा जाएगा, लेकिन मेरे जीवन में मसीह विरोधी कहाँ से आएगा, इसकी खोज में समय बिताने के लिए नहीं है। यीशु मसीह कब आएगा, यीशु मसीह को देखना, उसकी ओर केंद्र करना, ये मेरा जीवन है। ചിലരുടെ പ്രസംഗത്തിനകത്ത് അന്തിക്രിസ്തുവേ ഉള്ളൂ, ക്രിസ്തുവിനെ കുറിച്ചൊന്നും പറയത്തില്ല. और कोई लोग तो ऐसा है कि उनके प्रचार में केवल मसीह विरोधी है, मसीह नहीं है। ഇപ്പം വാക്സിൻ വന്നപ്പോഴത്തേക്ക് അത് അന്തിക്രിസ്തുവാ, മറ്റേതാ മറിച്ചത്, എന്തൊക്കെ പ്രശ്നങ്ങളാണെന്നുള്ളതാ. എന്തോ പുതുതായിട്ട് വന്നാലും ഉടനെ അന്തിക്രിസ്തുവുമായിട്ട് ബന്ധപ്പെടുത്തി എല്ലാരും പറയുന്നത്. और अब जब ये कोविड के लिए जो टीकाकरण आया है, अब लोग कहते हैं ये मसीह विरोधी है। कुछ भी नया आ जाए तो लोग कहते हैं कि वो मसीह विरोधी है। ഞാൻ എന്റെ ചെറിയ പ്രായത്തിൽ ഈ കമ്പ്യൂട്ടർ വന്നപ്പോൾ അവര് COMPUTER വെച്ച് ഏതാണ്ടൊക്കെ കണക്ക് വെച്ച് അത് സീന്ന് വെച്ചാൽ 3 മറ്റേ മറിച്ചൊക്കെ പറഞ്ഞ ഒടുവിൽ ഏറ്റവും ഒടുവിൽ അത് 666 ആണെന്ന് പറഞ്ഞ ഓർമ്മ എനിക്കുണ്ട്. ഇതൊരു 45-50 കൊല്ലം മുമ്പിലത്തെ കാര്യം ഞാൻ പറയുന്നു. आपकी बचपन की बात याद है, जब कंप्यूटर नया था, उस समय में कंप्यूटर का जो अंग्रेजी जो अक्षर है COMPUTER, इसको किस तरह से उसको हिसाब लगाकर आखिर में 686 का नंबर लगाकर ये भी मसीह विरोधी है, ऐसा कहते थे। ഇപ്പം CORON കൊറോണയും ഒക്കെ നോക്കി കോവിഡും ഒക്കെ നോക്കി അതിനെല്ലാം കൂടെ നമ്പർ ഇട്ട് നമ്മൾ 666 ആക്കും എങ്ങനെങ്കിലും. अब कोरोना और कोविड, इसको भी किसी तरह से हिसाब लगा के इसको भी 666 बना देंगे। നമ്മൾ ഇതൊക്കെ നോക്കിക്കൊണ്ടിരിക്കാനല്ല, നമ്മൾ കർത്താവിന്റെ വരവിന് വേണ്ടിയാണ് നമ്മൾ പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കേണ്ടത്. हम ये सब देखने के लिए नहीं है, यीशु मसीह की आगमन की प्रतीक्षा में हमको रहना है। ഞാൻ എന്നെ യേശുവിന് വേണ്ടി ഒരുക്കുവാനാ അവന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഒരു സമയമായത്. यीशु मसीह का आगमन बहुत ही निकट है और मुझे उसकी आगमन के लिए मुझे तैयार करना है। അതിന്റെ ലക്ഷണങ്ങള് എന്തെല്ലാം ലക്ഷണങ്ങളുണ്ട്, പക്ഷെ ആ ലക്ഷണങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്നെ ഒരുക്കാൻ വേണ്ടിയാണ്, കർത്താവിന്റെ വരവിന് വേണ്ടി എന്നെ വിശുദ്ധിയിൽ ഒരുക്കാനാ കർത്താവ് ഇതൊക്കെ ഒരുക്കുന്നത്, അല്ലാതെ ഇതിനെക്കുറിച്ച് റിസർച്ച് നടത്താൻ വേണ്ടിയല്ല. और उसका बहुत से वहां पर इशारे यहाँ वहां दिखेंगे, लेकिन हमें उसका कोई खोज या छानबीन नहीं करना है। കാരണം ഇനിയിപ്പോൾ യേശുവിന്റെ വരവല്ലാതെ വേറെ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാനില്ല. क्योंकि अब यीशु मसीह के आगमन के अलावा और कोई भी चीज में कोई प्रतीक्षा नहीं।
ഞാൻ ഇന്നൊരു മെസ്സേജ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം അതാണ്, ദി കമ്മിങ് ഓഫ് ദ ലോർഡ് ഈസ് നിയർ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നാൽ ഇപ്പോൾ ദ കമ്മിങ് ഓഫ് ദ ലോർഡ് ഈസ് ഇന്നവിറ്റബിൾ എന്ന് പറയേണ്ട ഒരവസ്ഥയിൽ വന്നിരിക്കുകയാണ്. आज के प्रचार में भी मैंने कहा हमारा यीशु मसीह का आगमन निकट है, ऐसा हम कहते थे, लेकिन अब ऐसा है कि यीशु मसीह का आगमन अब है, ऐसा कहने का भी अवस्था आ गया है. യേശുവിന്റെ വരവ്, ദി കമ്മിങ് ഓഫ് ദ ലോർഡ് ഈസ് നിയർ, അത് ഏറ്റവും അടുത്താണെന്ന് പറയുന്നതിനേക്കാൾ ഇനി വേറെ ഒരു മാർഗവുമില്ല. യേശു വരാതെ നമ്മളിപ്പോ വേറെ ഒരു ഇറ്റ് ഈസ് ഇന്നവിറ്റബിൾ, അനിവാര്യമായി ഇരിക്കുന്ന, അടുത്തു എന്ന് പറയുന്നതിനേക്കാൾ അനിവാര്യമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ. अब यीशु मसीह का आगमन निकट है ऐसा तो हमने बहुत कहा, लेकिन ये तत्कालीन परिस्थिति में यीशु मसीह का आगमन अनिवार्य है, मतलब इसके अलावा और कोई दूसरा विकल्प ही नहीं है, ऐसा कहने का मौका है. ഞാൻ പറഞ്ഞ ഒരു കാര്യം, നമ്മൾ ഈ കൊറോണ ഒക്കെ വരുന്നതിന് മുമ്പ് ആരോടെങ്കിലും സംസാരിച്ചാലും അവർ പറയും, അല്ല ഇതെല്ലാം നമ്മൾ ലോകമെല്ലാം ശരിയാകും, നമ്മളിപ്പോൾ വി ഹാവ് ഓൾറെഡി റീച്ച്, നമ്മള് വ്യാഴം വരെ ഒക്കെ നമ്മൾ പോയി, ഇനിയിപ്പം നമ്മള് ചൊവ്വായിലേക്ക് പോകാൻ നോക്കുകയാണ്. അങ്ങനെ they had hope in technology and other things. The world had hope. ലോകത്തിന് ടെക്നോളജിയിലും മറ്റുള്ള കാര്യങ്ങളിലും ഒക്കെ ഹോപ്പ് ഉണ്ടായിരുന്ന ഒരു കാലമാണ് 2 വർഷം മുമ്പ് വരെ. तो हम लोग अगर देखा जाए कोरोना की पहले की बात को, जो लोगों को बहुत आशा था तकनीक पर, उनकी प्रगति पर, वो लोग कहने लगे कि सब कुछ सही होगा, सब ठीक होगा, यहाँ तक अब मंगल तक अब पहुंच गए हैं, हम शुक्र में पहुंचे हैं. तो इस तरह से लोग तकनीक पर और अपनी प्रगति पर आशा रखते थे. അപ്പോൾ നമ്മളെ 2 വർഷം മുമ്പ് വരെ നമുക്ക് ലോകത്തിൽ പ്രത്യാശയില്ലായിരുന്നെങ്കിലും ലോകത്തിൽ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. तो 2 साल के पहले की बात को देखा जाए तो हमें संसार में आशा नहीं था, लेकिन संसार को अपने ऊपर एक आशा था. പക്ഷെ ഇന്നത്തെ പ്രശ്നം ലോകത്തിന് തന്നെ ലോകത്തിൽ പ്രത്യാശയില്ലാതെ വന്നിരിക്കുക. लेकिन आज की समस्या संसार को ही संसार के ऊपर कोई प्रतीक्षा नहीं है. ഇന്നിപ്പോ ആകെ പ്രത്യാശയുള്ള ആളുകൾ എന്ന് പറയുന്നത് നമ്മളെ ഉള്ളൂ. और आज अगर किसी लोगों को आशा है तो वो केवल हम लोग हैं. ഒരു മതത്തിനും പ്രത്യാശ ബാക്കിയില്ല, ഒരു ശാസ്ത്രത്തിനും പ്രത്യാശ ബാക്കിയില്ല, ഒരു രാഷ്ട്രീയത്തിനും പ്രത്യാശ ബാക്കിയില്ല. ആകെ പ്രത്യാശ ബാക്കിയുള്ളത് ദൈവമക്കൾക്ക് മാത്രമേ ഉള്ളൂ. तो किसी भी बात में कोई भी लोगों का कोई भी आशा नहीं है, ना कोई धर्म का आशा है, ना कोई राजनीति का आशा है, ना किसी विकास का कोई आशा है. अगर कोई आशा है तो केवल हम लोगों की आशा है. ഇനിയിപ്പോ കർത്താവിന്റെ വരവല്ലാതെ വേറെ ഒരു പ്രതീക്ഷയും നമുക്കുമില്ല, ലോകത്തിനുമില്ല. अब यीशु मसीह के आगमन के अलावा ना तो हमें ना संसार को कोई आशा है. അങ്ങനെ ഈ നമ്മള് അവരെ കുറിച്ച്, അല്ലെങ്കിൽ ഇവിടെ നമ്മള് ഇതിനിടയ്ക്ക് നമ്മളെ വഞ്ചിക്കാൻ വരുന്ന ആളുകളുണ്ട്. അവരെ കുറിച്ച് നമ്മൾ ശരിക്കും നമ്മൾ അവരെ കുറിച്ച് അറിയണം, വഞ്ചന ഉണ്ടാകരുത്. अब इसके बीच में भी हमें फंसाने के लिए लोग आते हैं, तो इन लोगों के बारे में हमको जानकारी रखना है, हमें फंसना नहीं है, छल कपट में नहीं आना. അപ്പൊ യൂദായുടെ ലേഖനത്തിൽ അവരെ കുറിച്ച് പറയുന്നത് നമുക്കുള്ള മുന്നറിയിപ്പുകളാണ്, നമ്മളെ കുറിച്ച് പറയുന്നത് നമുക്കുള്ള എക്സോർട്ടേഷൻസ് ആണ്, നിർദ്ദേശങ്ങളാണ്. तो यहूदा के पत्री में जो लिखा गया है, जो उनके बारे में कहा है, वो हमारे लिए चेतावनी है. जो हमारे लिए लिखा गया है वो हमारे लिए उपदेश है. അപ്പോൾ അവരെ തിരിച്ചറിഞ്ഞ് അവരെ ഒഴിവാക്കുക, നമുക്കുള്ള ഉപദേശങ്ങൾ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുക, ഇതാണ് യൂദായുടെ ലേഖനത്തിന്റെ ഉദ്ദേശം. तो उन्हें जानकर उन बातों को हम उन्हें छोड़ दे और अपनी बातों को जानकर उसको हम तैयारी के साथ जिए, ये यहूदा की पत्री का उद्देश्य है. ഇപ്പം യൂദായുടെ ലേഖനം വായിക്കുമ്പോൾ 4-ാമത്തെ വാക്യത്തിൽ നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യർ അവർ നുഴഞ്ഞു വന്നിരിക്കുന്നു. यहूदा की पत्री 4 आयत में इस तरह से हम पढ़ते हैं, क्योंकि कितने ऐसे मनुष्य छुपके से हम में आ मिले हैं, जिनके इस दंड का वर्णन पुराने समय से पहले ही से लिखा गया था, कि भक्तिहीन ने और हमारे परमेश्वर के अनुग्रह को लुचपन में बदल डालते हैं और हमारे अद्वैत स्वामी और प्रभु यीशु मसीह का इनकार करते हैं. അവര്
പുറത്ത് നിൽക്കുന്നവര് മാത്രമല്ല, ഇപ്പോൾ അകത്ത് കയറി നമ്മളെ വഞ്ചിച്ച് നമ്മുടെ ഫെയ്ത്തിനെ എടുത്തു കളയുന്ന ഒരു സ്റ്റേജ്. तो वो केवल बाहर के लोग नहीं, लेकिन अब अंदर आकर हमें धोखा देकर हमारे विश्वास को हमारे से अलग करने की एक अवस्था. എന്നാൽ 5-ാം വാക്യത്തിൽ നിങ്ങളോ എന്ന് പറഞ്ഞ് നമുക്കുള്ള നിർദ്ദേശങ്ങളാണ് തരുന്നത്. लेकिन 5वें आयत में पर तुम ऐसा कहकर हमारे लिए वहां पर आज्ञा दिया गया है. പിന്നീട് നമ്മൾ വായിക്കുമ്പോൾ 8-ാം വാക്യത്തിലും അതിന്റെ 10-ാമത്തെ വാക്യത്തിലും, ഞാൻ വായിക്കുന്നില്ല, 12-ാമത്തെ വാക്യത്തിലും 16-ാമത്തെ വാക്യത്തിലും എല്ലാം ഇവരോ, അവർക്ക്, അവർ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. ഇവർ നിങ്ങളുടെ സ്നേഹസദ്യകളിൽ മറഞ്ഞു കിടക്കുന്ന പാറകൾ. അങ്ങനെ 16-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ അവർ പിറുപിറുപ്പുകാരും തങ്ങളുടെ ഗതിയെ കുറിച്ച് ആവലാതി പറയുന്നവരുമായി, എല്ലാം അവരെ കുറിച്ചാ പറയുന്നത്. तो उसके बाद हम 8, 10, 12, 16 इन आयतों में देखते हैं उन लोगों के बारे में कहा गया है. 16वें आयत में पढ़ते हैं, ये तो असंतुष्ट, कुड़कुड़ाने वाले और अपने अभिलाषाओं के अनुसार चलने वाले, ऐसा लिखा गया है. എന്നാൽ 17-ാമത്തെ വാക്യം വന്നപ്പോൾ നിങ്ങളോ പ്രിയരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ മുൻപ് പറഞ്ഞ വാക്കുകളെ ഓർപ്പിൻ. लेकिन 17वें आयत में पर हे प्रियो तुम उन बातों को स्मरण रखो जो हमारे प्रभु यीशु मसीह के प्रेरित पहले कह चुके हैं. 19-ാമത്തെ വാക്യത്തിൽ അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ പ്രാകൃതന്മാർ, ആത്മാവില്ലാത്തവർ. और 19वें आयत में फिर से लिखा है, ये तो वे हैं जो फूट डालते हैं और शारीरिक लोग हैं जिनमें आत्मा नहीं. എന്നാൽ 20-ാമത്തെ വാക്യത്തിൽ നിങ്ങളോ എന്ന് പറഞ്ഞ് പിന്നെയും വരിക. और 20 में फिर से हे प्रियो तुम, ऐसा लिखा है. അപ്പോൾ എന്നിട്ട് നമ്മൾ 20 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 3 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. और उसके बाद 20 से 25वें आयत तक जब हम पढ़ेंगे तो वहां पर 3 मुद्दों को लिखा गया है. 20ഉം 21ഉം വാക്യങ്ങൾ പറയുന്നത് അതുകൊണ്ട് നിങ്ങളെ പണിയണം. 20 और 21वें आयत में लिखा है, इसलिए तुम अपने आप को निर्माण करो, उन्नति पाओ. നമ്മൾ തന്നെ നന്നാകണം, നമ്മൾ തന്നെ ശരിയാകണം, നമ്മൾ തന്നെ നമ്മളെ പണിയണം. हमें भला होना है, हमें सुधार लाना है, हमें अपने आप को निर्माण करना है, हमें उन्नति पाना है. അങ്ങനെ നമ്മളെ പണിത് കഴിഞ്ഞാൽ 22ഉം 23ഉം വാക്യങ്ങളിൽ ചിലരെ, അതായത് മറ്റു സംശയിക്കുന്നവരായ ചിലരോട്, പിന്നെ ചിലരെ തീയിൽ നിന്ന് ചിലരെ, അതായത് നമ്മളെ പണിത് കഴിഞ്ഞാൽ നമ്മളങ്ങ് എല്ലാം കൊണ്ടും തീർത്തേച്ച് പോകരുത്. നമുക്ക് ചുറ്റുമുള്ള മറ്റുള്ളവരെ കൂടെ പണിയാൻ നമ്മൾ തയ്യാറാണ്. तो एक बार जब हमारा निर्माण पूरा हो जाए तो उसके बाद सब छोड़कर जाने के लिए नहीं, उसके बाद अब 22 और आगे लिखते हैं, जो लोग शंका में हैं या बहुतेरे जो भटक चुके हैं उन लोगों को फिर तैयार करने के लिए हमें काम करना है. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഒന്ന്, നമ്മളെ പണിയണം, ആദ്യം നമ്മളെ പണിയണം, പിന്നെ മറ്റുള്ളവരെ പണിയണം. तो मसीह जीवन इस तरह से होता है, सबसे प्रथम हमें अपने आप का निर्माण करना है, सुधार करना है, और दूसरा हमें दूसरों के जीवन में सुधार लाना. അപ്പൊ 20ഉം 21ഉം വാക്യങ്ങളിൽ നമ്മളെ പണിയുക. तो 20 और 21वें वचन में हमें अपने आप का उन्नति करना है. 22ഉം 23ഉം വാക്യങ്ങളിൽ മറ്റുള്ളവരെ പണിയുക. 22 और 23 में हमें दूसरों की उन्नति करना है. എന്നാൽ 24ഉം 25ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം ഇതിന്റെ എല്ലാം മുകളിൽ പണിയുന്ന പണിയാണ്. और 24 और 25 में जब हम देखते हैं, इन तमाम निर्माण के ऊपर परमेश्वर का निर्माण को हम देखते हैं. നിങ്ങൾ നിങ്ങളെ പണിയണം, हमें अपने आप को निर्माण करना है, നിങ്ങൾ മറ്റുള്ളവരെ പണിയണം, हमें दूसरों का निर्माण करना है, അന്നേരം ദൈവം ദൈവത്തിന്റെ പണി ചെയ്തോളും. और तब परमेश्वर का निर्माण करेगा. 24ാം വാക്യത്തിൽ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ച് തന്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. 24वां आयत, अब जो तुम्हें ठोकर खाने से बचा सकता है और अपनी महिमा की भरपूरी के सामने मगन और निर्दोष करके खड़ा कर सकता है. നമ്മൾ നമ്മളെ പണിയണം, हमें अपने आप का निर्माण करना है, उन्नति लाना है. എന്നാൽ ശരിക്കും ആത്യന്തികമായി നമ്മളെ സൂക്ഷിക്കുന്നതും നമ്മളെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി നിർത്തുന്നതും, നമ്മളെ സൂക്ഷിക്കുന്നതും നമ്മളെ നിർത്തുന്നതും ആത്യന്തികമായി ദൈവമാണ്. लेकिन हमें खड़ा करने वाला, हमें सुरक्षित रखने वाला, हमें महिमा के साथ और निर्दोष होकर खड़ा करने वाला परमेश्वर मात्र है. ഹല്ലേലൂയ. അതിനുശേഷം നമ്മൾ വീണ്ടും 20ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അതാണ് നമ്മൾ പ്രധാനമായും ഉദ്ദേശിക്കുന്നത്.
അവിടെ നമ്മളുടെ പേഴ്സണൽ റെസ്പോൺസിബിലിറ്റീസ് ആണ് പറയുന്നത്. और फिर से हम 20वें आयत में जहां वो हमारा वो आदर का वाक्य है, उसमें हमारा व्यक्तिगत जिम्मेदारी को लिखा है. 20ാമത്തെ വാക്യത്തിൽ നിങ്ങളോ പ്രിയമുള്ളവരെ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തിയും പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ചും നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തിരുന്നും കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളു. पर हे प्रियो, तुम अपने अति पवित्र विश्वास में अपनी उन्नति करते हुए और पवित्र आत्मा में प्रार्थना करते हुए अपने आप को परमेश्वर के प्रेम में बनाए रखो और अनंत जीवन के लिए हमारे प्रभु यीशु मसीह की दया की आशा देखते रहो. ഇവിടെ 4 കാര്യങ്ങൾ പ്രധാനമായും നമ്മൾ ചെയ്യാനുള്ളതായിട്ട് പറയുന്നു. यहाँ पे 4 कार्य हैं, वो हमें करना है. ഒന്നാമത്തേത് ബിൽഡ് യുവർസെൽഫ് അപ്പോൺ ദ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. पहले हमको पवित्र विश्वास में अपनी उन्नति को करना है. രണ്ടാമത് പ്രേയിങ് ഇൻ ദ ഹോളി സ്പിരിറ്റ്, ആത്മാവിൽ പ്രാർത്ഥിച്ചു. दूसरा पवित्र आत्मा में प्रार्थना करना. മൂന്നാമത് കീപ് യുവർസെൽഫ് ഇൻ ദ ലവ് ഓഫ് ഗോഡ്, ദൈവ സ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചു. दूसरा परमेश्वर के प्रेम में अपने आप को सुरक्षित रखे. അടുത്തത് വെയിറ്റിംഗ് ഫോർ ദ മേഴ്സി ഓഫ് ഗോഡ്, കർത്താവിന്റെ കരുണയ്ക്കായി കാത്തിരിക്കുക. परमेश्वर की दया के लिए हम बाट जोते रहे. അപ്പോൾ ഞാൻ എന്റെ മലയാളത്തിന്റെ ആ ഒരു ഓർഡർ ഒന്ന് മാറിക്കിടക്കുകയാണ്. ഇംഗ്ലീഷിലെ കുറച്ചുകൂടെ ക്ലിയർ ആയിട്ടുണ്ട്. ഒന്നാമത് ബിൽഡ് യുവർസെൽഫ് അപ്പോൺ ദ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. तो पहले अपने आप को उस अति पवित्र विश्वास में उन्नति लाना. അതിന് നമ്മളെ സഹായിക്കാനായിട്ട് ഓഫ് കോഴ്സ് വി നീഡ് ടു പ്രേ ഇൻ ദ ഹോളി സ്പിരിറ്റ്. और इसके लिए हमारी मदद करने के लिए पवित्र आत्मा में हमको प्रार्थना करना है. എന്നാൽ അതേസമയം ദൈവസ്നേഹത്തിന്റെ ആ പരിധി വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകാൻ നമുക്ക് ഒരിക്കലും ഇടയാകരുത്. കീപ് യുവർസെൽഫ് ഇൻ ദ ലവ് ഓഫ് ഗോഡ്. उसी समय परमेश्वर की प्रेम की सीमा को छोड़कर यहाँ वहां नहीं भटकना. परमेश्वर के प्रेम में हमको सुरक्षित रहना है. എന്നാൽ ഇതെല്ലാം ചെയ്യുമ്പോഴും ആത്യന്തികമായി വി നീഡ് ടു ബി വെയിറ്റിംഗ് ഫോർ ദ മേഴ്സി ഓഫ് ഗോഡ് ദാറ്റ് ലീഡ്സ് ടു ഇറ്റേണൽ ലൈഫ്. നിത്യജീവനിലേക്ക് നമ്മളെ നയിക്കുന്ന ആ ഒരു ആ ഒരു നിത്യജീവനിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ കരുണയ്ക്കായി നമ്മൾ എല്ലായ്പ്പോഴും കാത്തിരിക്കുകയാണ്. അതാണ് അടുത്ത കാര്യം. लेकिन ये सब होने के बावजूद भी हमें अनंत जीवन की ओर अगुवाई करने वाला, अनंत जीवन में हमको प्रवेश दिलाने वाला उस परमेश्वर की दया की हमको आशा रखना है, उसकी बाट जोते रहना है. നമ്മൾ നമ്മളെ തന്നെ പണിയുമ്പോഴും കർത്താവിന്റെ വരവിന് വേണ്ടിയും നിത്യതയിൽ നമ്മൾ അവനോടുകൂടെ നിത്യമായി വാസം ചെയ്യുന്നതിനെയും പ്രതീക്ഷിച്ചുകൊണ്ട് പ്രത്യാശയോടുകൂടെ വേണം നമ്മൾ ജീവിക്കാൻ. हम जब अपने आप की उन्नति करते हैं तो परमेश्वर की आगमन के लिए, अनंत जीवन के लिए, मसीह के साथ वास करने के लिए हर समय अपने आप को तैयार करके इस आशा में हमको जीना है. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് പ്രധാനമായും നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ സമയമുണ്ടെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പണിയുന്ന കാര്യത്തെക്കുറിച്ചും കൂടെ നമുക്ക് ആലോചിക്കാം. तो ये 4 बातें हैं जो अनिवार्य रूप से हमको सीखना है. इसके बाद अगर समय होगा तो दूसरों को तैयार करने के विषय में भी हम सोचेंगे. ഒന്നാമത് ബിൽഡിംഗ് യുവർസെൽഫ് അപ്പോൺ ദ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. पहले अपने आप को उस अति पवित्र उसमें उन्नति पाने के लिए നിങ്ങളെ തന്നെ അവിടെ നിങ്ങളോ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തുക. तुम अपने अति पवित्र विश्वास में अपनी उन्नति करो. അവിടെ ഈ നമ്മളുടെ അതിവിശുദ്ധ വിശ്വാസത്തിൽ നമ്മളെ തന്നെ പണിയേണ്ടതിന്റെ ആവശ്യകത അവിടെ പണിയുക എന്ന് പറയുമ്പോൾ ശരിക്കും മലയാളത്തിൽ അത് അത്രയും ക്ലാരിറ്റി ഇല്ല. പക്ഷെ നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തി എന്ന് പറയുന്നത് ബിൽഡ് യുവർസെൽഫ് എന്നുള്ള അർത്ഥത്തിലാണ്. നിങ്ങളെ തന്നെ ആ അതിവിശുദ്ധ വിശ്വാസം നിങ്ങളെ തന്നെ പണിയണം. तो अति पवित्र जो विश्वास है उसमें हमें अपने आप को निर्माण करना है या उसमें हमको उन्नति पाना है. അതിന് കാരണമുണ്ട്. അതിന്റെ 18ാമത്തെ വാക്യം വായിക്കുമ്പോൾ അന്ത്യകാലത്ത് ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്ന പരിഹാസികൾ ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തിന്റെ മേൽ നിങ്ങളെ തന്നെ പണിയണം. और उसके लिए कारण है 18वां वचन में जब हम देखते हैं उसमें लिखा है, तुमसे कहा करते हैं कि पिछले दिनों से ऐसा
टट्टा करने वाले होंगे जो अपनी अभक्ति की अभिलाषा के अनुसार चलेंगे। इसलिए तुम्हें अपने अति पवित्र आत्मा में, अति पवित्र विश्वास में अपनी उन्नति करना है, निर्माण करना है। അന്ത്യകാലത്ത് വരുന്ന ആളുകളുടെ ഒരു പ്രത്യേകത, അവര് നമുക്കിന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, അവർ ഭക്തികെട്ട മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു എന്നുള്ളതാണ്. तो अंत के समय के लोगों के बारे में अभी हमको समझ आता है, ये वो अंत के समय में अभक्ति की अभिलाषा के अनुसार चलने वाले लोग हैं। ഈ ഇന്നത്തെ ഒരു വലിയൊരു പ്രത്യേകത ആണല്ലോ സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുക എന്ന് പറയുന്നത്. അതിനുവേണ്ടി മനുഷ്യൻ അങ്ങ് ചാകാൻ നടക്കുകയാണ്. അതാ ഇന്നത്തെ ഒരു വലിയൊരു പ്രശ്നം. आज की एक खासियत और सबसे बड़ी समस्या है, हर व्यक्ति अपने मन की अभिलाषा के अनुसार जीना चाहता है और उसके लिए वो कुछ भी करने के लिए तैयार है। അവിടെ പറഞ്ഞിരിക്കുന്നത് ഫോളോയിങ് देयर ഓൺ അൺഗോഡ്ലി പാഷൻസ്. वहां पर लिखा है कि वो अपनी अभक्ति की अभिलाषाओं के अनुसार चलेंगे। അവര് നിങ്ങളുടെ ഇടയിൽ നുഴഞ്ഞു കയറുന്നു എന്നാണ് പറഞ്ഞത്. वो आप लोगों के बीच में घुसेंगे, ऐसा लिखा है। പ്രിയമുള്ളവരെ, സഭകളിൽ പോലും അവര് നുഴഞ്ഞു കയറും എന്നുള്ളതിന് സംശയമൊന്നുമില്ല. और कलीसियाओं में भी वो घुसपैठ करेंगे, इसमें कोई शक नहीं। ഇന്ന് ഒരു പാസ്റ്റർ എന്നോട് ഒരു ചോദ്യം ചോദിച്ച, അതായത് അദ്ദേഹം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്നോട് ഇങ്ങനെ പറയുക. आज एक पासवान ने वो जो समस्या वो सामना करते हैं उसके बारे में उन्होंने आपसे कहा। അദ്ദേഹം പൊതുവെ യങ് ആയിട്ടുള്ള ബിലീവേഴ്സിന്റെ അടുത്താണ്, യങ് ആയിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ എന്താണ് ചെറുപ്പക്കാരായ ആളുകൾ ഒത്തിരി പേര് അദ്ദേഹത്തിന്റെ സഭയിലുണ്ട്. वो अधिकतर उनके कलीसिया में नौजवान लोग हैं, जवान लोग उनकी कलीसिया में ज्यादा मात्रा में है। ആ പിള്ളേർ വന്ന് ചോദിക്കുന്ന ചോദ്യം, പാസ്റ്ററെ, ജർമ്മനിയിലും അമേരിക്കയിലും ഒക്കെ ആളുകള് ദേ ഡ്രിങ്ക്, പിന്നെ അങ്ങ് വലിയ കുടിച്ച് മത്തരാകത്തില്ലെന്നുള്ളതേ ഉള്ളൂ. ഇവിടെ നമ്മളെ ഇന്ത്യക്കാർക്ക് മാത്രം എന്താ ഇത്ര വലിയ പ്രത്യേകത, കുടിക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയാൻ കാര്യം എന്താ? तो बच्चे लोग आके सवाल करते हैं कि अमेरिका में, जर्मनी में, विलायतों में सब लोग पीते हैं, बस पी के हमको मतवाला नहीं बनना है, तो केवल भारत में पीने से क्या समस्या है? നമുക്ക് മാത്രം എന്താ ഇത്രയും വലിയ റെസ്ട്രിക്ഷൻസ്? केवल हम लोगों के ऊपर इतनी पाबंदी क्यों है? നമുക്ക് മാത്രം എന്താ സുഖങ്ങളൊന്നും ഇല്ലാത്തത്? हम लोगों में क्यों मौज मस्ती नहीं है? എടാ പാസ്റ്ററിനെ പറയാ, തന്നെയല്ല സായിച്ചായ, എന്നോട് അവര് ചോദിച്ചൊരു ചോദ്യം, അമേരിക്കയിലും ഒക്കെ കല്യാണം കഴിക്കാത്ത പിള്ളേരൊക്കെ ഒരുമിച്ച് താമസിക്കും. നമ്മൾ വ്യഭിചാരം ചെയ്യരുതെന്നല്ലോ എല്ലാം ഉള്ളോ, ഒരുമിച്ച് അങ്ങ് താമസിച്ചാൽ എന്താ വലിയ പ്രശ്നം? इतना नहीं पास्टर, वो उन लोग तो ऐसा सवाल करते हैं कि अमेरिका में बिना शादी किए लड़का लड़की साथ में रहते हैं, सिर्फ लिखा है कि व्यभिचार ना करो, साथ रहने से क्या समस्या है? ഇത് ചോദിച്ചത് വിശ്വാസി പിള്ളേരാ. और ये सवाल विश्वासी बच्चों ने पूछा। ഒരുപക്ഷെ ആ പിള്ളേര് പാവങ്ങളായിരിക്കും, പക്ഷേ ഈ അന്ത്യകാലത്ത് അൺഗോഡ്ലി പാഷൻസിന്റെ പിന്നാലെ പോകുന്ന പരിഹാസികൾ എഴുന്നേറ്റു വരും എന്ന് പ്രവചനം. അതുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തിൽ നിങ്ങളെ പണിയേണ്ടത്. हो सकता है वो बच्चे निर्दोष हो, लेकिन जैसे लिखा है कि ऐसा टट्टा करने वाले, अभक्ति अभिलाषा के जुनून में चलने वाले लोग हमारे बीच में होंगे। इसके लिए हमें हमारी अति पवित्र विश्वास में हमारी उन्नति और निर्माण को करना है। നമ്മുടെ പിള്ളേര് പലരും ഇന്ന് ലോകം പറയുന്ന ആ ലോകത്തിന്റെ ഒരു കാര്യങ്ങൾ കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്നവരാണ്. हम में से बहुत से बच्चे आज संसार जो करते हैं या कहते हैं, वो उसमें से अधिकतम बातें कोई समस्या नहीं, ऐसे सोचने वाले लोग हैं। നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ലോകം എന്ന് പറയുന്നത് ഒരു മിസ്അണ്ടർസ്റ്റുഡ് ഫ്രണ്ട് അല്ല. അങ്ങനെ പലരും പറയുന്നത്, ഓ ലോകത്തോടൊക്കെ പണ്ടൊക്കെ നമുക്ക് ഒത്തിരി വിരോധമൊക്കെ ഉണ്ടായിരുന്നു, അത്രയും വിരോധമൊന്നും ആവശ്യമില്ല, അവരും മനുഷ്യരല്ലയോ എന്നൊക്കെ പറയുന്ന ഒരവസ്ഥ. तो संसार के बारे में बहुत से लोग कहते हैं, पहले तो संसार को कोई समझता नहीं था, वो भी तो इंसान ही है ना। ഒരു ദൈവദാസൻ പറഞ്ഞ വാചകം ഞാൻ ഒത്തിരി സ്ഥലത്ത് ഉദ്ധരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, ദ വേൾഡ് ഈസ് നോട്ട് എ മിസ്അണ്ടർസ്റ്റുഡ് ഫ്രണ്ട്, ദ വേൾഡ് ഈസ് എനിമി. അങ്ങനെ തന്നെ ലോകം ശത്രുവാണ് എന്ന് പഠിപ്പിക്കുന്നതിന് ഒരു രീതിയിലും ഒരു കോംപ്രമൈസും സഭയിൽ ഉണ്ടാകാൻ പാടില്ല. एक प्रभु के दास ने जो कहा वो मैं अक्सर कहा करता हूँ, संसार जो है हमें गलत समझा हुआ एक मित्र नहीं है, संसार हमारा बैरी है, वो हमारा शत्रु है, ऐसा सिखाने में बिल्कुल संकोच नहीं करना। ലോക സ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു. संसार से प्रेम करना परमेश्वर से बैर करना है.
കാരണം അന്ത്യകാലത്ത് സ്വന്തം മോഹങ്ങൾ, ഇൻ ദ ലാസ്റ്റ് ടൈം there will be scoffers following their own ungodly passions. क्योंकि अंत के समय में अभक्ति अभिलाषा रखने वाले अपने मर्जी के अनुसार चलेंगे. കുടിക്കുന്നതിനകത്തൊക്കെ എന്താ പാസ്റ്ററെ പ്രശ്നമെന്ന് ചോദിക്കുന്നത് എന്നാന്നറിയാമോ? അവൻ അൺഗോഡ്ലി പാഷൻസിന്റെ പിന്നാലെ പോകുന്നവനാണ്. അതുകൊണ്ടാണ് ദൈവികമല്ലാത്ത മോഹങ്ങളിൽ പോകുന്നവനാണ്. दारू पीने से क्या समस्या है पूछने वाला अपनी अभक्ति और अभक्ति के जुनून की अभिलाषा में जाने वाला लोग है. നമ്മുടെ ഇടയിലും നുഴഞ്ഞു കയറുന്നതായ പരിഹാസികൾ, हमारे बीच में भी घुसपैठ करने वाले, ऐसे टट्टे उड़ाने वाले लोग. ആ ചെറുക്കനും പെണ്ണുങ്ങളും ഒരുമിച്ച് ജീവിച്ചാൽ എന്നാ പാസ്റ്ററെ പ്രശ്നം എന്ന് ചോദിക്കുന്നവൻ, എന്റെ ചോദ്യം, നിനക്ക് എന്താ ഇപ്പൊ ഇത്ര സോക്കേട്? പെണ്ണിന്റെ കൂടെ ജീവിച്ചില്ലെങ്കിൽ എന്നാ പറ്റാനാ? लड़का और लड़की साथ में जी सकते हैं बिना शादी किए, उसमें क्या समस्या? ऐसे पूछने वालों को मैं पूछेगा तेरी बीमारी क्या है, तू अकेला लड़की के साथ नहीं जिएगा तो क्या मसला है? ഇത് അൺഗോഡ്ലി പാഷൻസിന്റെ പ്രകടനമാണ്. ദൈവവിരുദ്ധമായ അഭക്തിയുടെ പ്രവർത്തനമാണെന്നുള്ളതിന് ഒരു സംശയമില്ല. ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ദൈവസഭയിൽ അംഗീകരിക്കാൻ കഴിയില്ല. अभक्ति की अभिलाषा या अभक्ति का जुनून सवार हुआ लोग है ये, इनका मसीह लोगों के साथ कोई बात नहीं, और इस बात को पूर्ण रूप से कलीसिया में कभी भी हम इसकी अनुमति नहीं दे सकते. നുഴഞ്ഞു കയറിയിരിക്കുകയാണ്. ये घुसपैठ किए हुए लोग हैं. അതിന് വേണമെങ്കിൽ എവിടെ നിന്നെങ്കിലും ഒക്കെ വാക്യവും കണ്ടുപിടിക്കും. और उसके लिए यहाँ वहां से कोई वचन भी ढूंढ लेंगे. ഞാൻ ഓസ്ട്രേലിയയിൽ ഉണ്ടായിരുന്നപ്പോൾ കോളേജ് പഠിക്കുന്ന ഒരു ചെറുക്കൻ എന്റെ അടുത്ത് ചോദിച്ചു, പിള്ളേരുടെ ഒരു മീറ്റിംഗ് എന്റെ അടുത്ത് ചോദിച്ചു, നമ്മൾ എന്തിനാ ഈ ഹോമോസെക്ഷുവാലിറ്റി ഇത്രയും അങ്ങ് എതിർക്കുന്നത്? जब हम लोग ऑस्ट्रेलिया में थे तो एक बच्चे ने मुझसे पूछा, होमोसेक्सुअलिटी और स्वयंभोग के लिए हम लोग इतना खिलाफ है. ഇപ്പം പെണ്ണിനെ തന്നെ കെട്ടണമെന്ന് തന്നെ ഇത്ര നിർബന്ധം, ഒരു ചെറുക്കനെ കെട്ടിയാൽ എന്താ പറ്റാനെ? अब लड़की से ही शादी करना है, क्या इतना जरूरी क्यों है? सेम लिंग में क्यों हम लोग शादी नहीं कर सकते? അല്ല, അവൻ പറഞ്ഞത്, അങ്കിളെ, വേദപുസ്തകം പഠിപ്പിക്കുന്നത് എല്ലാവരെയും സ്നേഹിക്കണമെന്നല്ലേ, അപ്പൊ പിന്നെ പുരുഷനെ സ്നേഹിച്ചാൽ എന്നാ പ്രശ്നം? और परमेश्वर का वचन में सिखाया है कि सब लोगों से प्रेम करना है, तो समलिंगिक होना क्या गलत बात है? അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, അന്നേരത്തെ ഒരു ഇതിന് ചോദിച്ചു, മോനെ, നീ നിന്റെ അമ്മയെ സ്നേഹിക്കുന്നുണ്ടോടാ? तो मैंने उस समय उसको पूछा, क्या तू अपनी माँ से प्रेम करता है? യെസ്, ഐ ലവ് മൈ മം. हाँ, मैं मेरे माँ से प्रेम करता हूँ. എന്നാ പിന്നെ പോയി കേട്ടടോ, അങ്ങ് അതല്ലേ നല്ലതെന്ന് ചോദിച്ചു. तो मैंने कहा ठीक है, जाके उससे शादी कर ले, ऐसा मैंने उसको बोल दिया. പിന്നെ അല്ലാതെ സ്നേഹിക്കുന്നവരെ എല്ലാം കെട്ടാനാണെങ്കിൽ എന്നാ പിന്നെ അമ്മയെ പോയി കെട്ടരുത്. अभी प्रेम करने वाले सबसे अगर ब्याह करना है तो फिर जाके माँ से ब्याह कर ले. ഇതൊക്കെ ചോദിക്കാൻ ഇന്ന് പിള്ളേർക്ക് മടിയില്ല, അതാ ഞാൻ പറഞ്ഞത്. ये सवाल करने के लिए भी लोगों को शर्मिंदगी नहीं होता, ये इसलिए मैं कहता हूँ. ഒരു 10-15 കൊല്ലം മുമ്പൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പോഴത്തെ പിള്ളേർ നമ്മളോട് വന്ന് ചോദിക്കുന്നത്. 10 या 15 साल के पहले जिस बारे में हम चर्चा भी नहीं करते थे, वो सवाल बच्चे आके आज हमसे करते हैं. എന്നാൽ ഇത് ദൈവവചനത്തിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അന്ത്യകാലത്ത് ഇതുപോലെ ദുർമോഹങ്ങളെ, they said unto you in the last time there will be scoffers following their own ungodly passions. लेकिन वचन में लिखा है, अंत के समय में ऐसा टट्टे करने वाले, अपने अभक्ति की अभिलाषाओं के अनुसार चलने वाले लोग आएंगे. അവരുടെ പ്രത്യേകത 19-ാം വാക്യത്തിലുണ്ട്. It is these who cause divisions, worldly people devoid of the spirit. उनकी खासियत 19वें आयत में लिखा है, ये तो वे हैं जो फूट डालते हैं, ये शारीरिक लोग हैं जिनमें आत्मा नहीं. അവിടെ പറഞ്ഞിരിക്കുന്നത് അവർ ഭിന്നത ഉണ്ടാക്കുന്നവർ. അടുത്ത വാക്ക് പ്രാകൃതന്മാര്. അവർ ആത്മീകരല്ല, they are not spiritual. പ്രാകൃതന്മാര്, carnal people. वो फूट डालने वाले लोग हैं, वो शारीरिक लोग हैं, या फिर वो कामुक लोग हैं, वो आत्मिक नहीं है. അവർക്ക് ആത്മാവില്ലാത്തവരാണ്. उनमें आत्मा नहीं है. ഇവനെ ഒന്നും പരിശുദ്ധാത്മാവ് സ്പർശിച്ചിട്ട് പോലുമില്ല. और ऐसे लोगों को पवित्र आत्मा ने छुआ भी नहीं है. അങ്ങനെയുള്ളവർ വരും. ऐसे लोग भी आएंगे. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തണം.
इसलिए तुम्हें क्या करना है? अपने अति पवित्र विश्वास से अपनी उन्नति करते हुए आगे बढ़ना। They are mockers now. അവര് പരിഹാസികൾ. वो टट्टा करने वाले या मजाक करने वाले लोग हैं। അവര് പറയുന്നതും ഇതാ, ഓ ഈ സാജി ബ്രദറൊക്കെ വല്ല 18-ാം നൂറ്റാണ്ടിലും ജീവിക്കേണ്ട ആളായിരുന്നു, ഈ കാലഘട്ടത്തിലേക്ക് ഒന്ന് യോജിക്കുന്ന ആളല്ലെന്നാ പറയുന്നത്. वो लोग ऐसे ही कहते हैं, साजू भाई वगैरह तो 18 सदी में जीने वाले लोग होना चाहिए, इस सदी के लोग नहीं है। പരിഹാസികൾ, टट्टा करने वाले लोग, ആത്മീകമായി നിലനിൽക്കാൻ ആഗ്രഹിക്കുന്നവരെ പരിഹസിക്കുന്നവരായ ആളുകൾ. आत्मिक स्तर पर खड़े होने वाले, दृढ़ रुकने वाले लोगों का मजाक करने वाले लोग। പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങളെ തന്നെ പണിയണം. लेकिन तुम्हें क्या करना है? अपने अति पवित्र विश्वास को नेव रखते हुए तुम अपने आप की उन्नति करना, निर्माण करना। അന്ത്യകാലത്ത് ഇതെല്ലാം സംഭവിക്കും എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. अंत के समय ये सब संभव होगा, ये सब घटने वाली बात है, ये बहुत महत्वपूर्ण है। അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മളെ പണിതേ പറ്റുള്ളൂ. इसलिए हमें अपने आप को निर्माण करना ही अनिवार्य है। മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 4 മുതലുള്ള വാക്യങ്ങൾ അവിടെ വായിക്കുമ്പോൾ, मत्ती 24 का 4 से जब हम पढ़ते हैं, മത്തായിയുടെ സുവിശേഷം 24-ന്റെ 4 മുതലുള്ള വാക്യം, मत्ती 24 का 4 से लेके पढ़ेंगे। അത് 4-ാമത്തെ വാക്യം മാത്രം ഞാനൊന്ന് വായിക്കാം. चौथा आयत को पढ़ते हैं। അതിന് യേശു ഉത്തരം പറഞ്ഞത്, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. यीशु ने उनको उत्तर दिया, सावधान रहो, कोई तुम्हें न भ्रमाने पाए। ആരും നിങ്ങളെ തെറ്റിക്കരുത്. कोई तुमको गलत नहीं भटकाने न पाए। 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 11वें आयत में, കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും. और बहुत से झूठे भविष्यवक्ता उठ खड़े होंगे और बहुतों को भटकाएंगे। അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. और अधर्म के बढ़ने से बहुतों का प्रेम ठंडा हो जाएगा। അന്ത്യകാലത്തെ പ്രത്യേകതയാണ് അധർമ്മം പെരുകും. अंत के समय की खासियत है, अधर्म बढ़ेगा അത് ദൈവസഭയിലും കയറിക്കൂടും. और वो कलीसिया में भी घुसपैठ करेगा। കാര്യം ഇത് ദൈവസഭയ്ക്കുള്ളിൽ സംഭവിക്കുന്ന കാര്യമാണ്. കള്ളപ്രവാചകന്മാർ പലരും വന്ന് അവരെ തെറ്റിക്കും. അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. क्योंकि ये कलीसिया के भीतर होने वाला संभव है, जहां पर झूठे भविष्यवक्ता उठ खड़े होंगे, बहुत लोगों को भटकाएंगे और अधर्म बढ़ेगा, उनका प्रेम ठंडा होगा। അതിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ കാര്യമാണ്. और ये आज होने वाला एक बड़ी समस्या है। എല്ലായിടത്തും അധർമ്മം പെരുകുകയാണ്. हर जगह पे अधर्म बढ़ रहा है അതിനെ അധർമ്മമെന്ന് വിളിക്കാൻ പോലും ആൾക്കാർക്ക് ഇന്ന് താല്പര്യമില്ല. और उसे अधर्म पुकारने में भी लोगों को इच्छा नहीं होता। എന്നാ ഇച്ചിരി കള്ളു കുടിച്ചാൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്ന വിശ്വാസികൾ വന്നിരിക്കുന്നു. थोड़ा सा दारू पीने से क्या मुसीबत है, ऐसा पूछने वाले विश्वासी लोग आ गए हैं। പെണ്ണും ചെറുക്കനും കൂടെ ഒരുമിച്ച് താമസിച്ചാൽ എന്തോ ആ കുഴപ്പമെന്ന് ചോദിക്കുന്ന ചെറുപ്പക്കാർ വന്നിരിക്കുന്നു. लड़का लड़की बिना शादी किए साथ में रहने से क्या मसला है, पूछने वाले नौजवान लोग कलीसिया में आ गए हैं। അധർമ്മം പെരുകുന്നു. अधर्म बढ़ रहा है। 13-ാമത്തെ വാക്യത്തിൽ, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. 13वां आयत, परंतु जो अंत तक धीरज धरे रहेगा उसी का उद्धार होगा। ഇതുപോലെയുള്ള പരിഹാസികൾ, അധർമ്മികൾ നമ്മുടെ ദൈവസഭയിൽ പോലും നുഴഞ്ഞു കയറുന്നതായ സാഹചര്യത്തിൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ऐसे मजाक करने वाले, ऐसे टट्टा करने वाले, ऐसे अधर्म करने वाले कलीसिया में भी घुस सकते हैं, लेकिन इसके बीच में भी जो अंत तक धैर्य से, विश्वास से दृढ़ खड़ा होता है, उसका ഒരു उद्धार। പ്രവചനവാക്യമായിട്ട് തന്നെ നമ്മുടെ സഭ ഏറ്റെടുത്തേ മതിയാകെയുള്ളൂ. അന്ത്യകാലത്ത് പരിഹാസികൾ എഴുന്നേറ്റ് അധർമ്മം ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്ന സാഹചര്യത്തിൽ അന്ത്യം വരെ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ മാത്രമേ രക്ഷിക്കപ്പെടുന്നുള്ളൂ. और इसे भविष्यवाणी की तरह कलीसिया को स्वीकार करना है। ऐसे अंत के समय में अधर्म जब बढ़ता है, अभक्ति जब बढ़ता है, उस समय में धैर्य के साथ, विश्वास के साथ आखिर तक जो खड़ा होगा उसी का उद्धार होगा। നാമധാരി വിശ്വാസികളിലെ വിശുദ്ധി നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല. नामधारी लोगों में हम लोग पवित्रता की अपेक्षा नहीं कर सकते। നാമധാരി പെന്തിക്കോസിലും നമുക്ക് വിശുദ്ധി പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല.
और नामधारी पंजिकृत समूह के लोगों में भी पवित्रता की अपेक्षा नहीं कर सकते। എന്നാൽ നമ്മെ പോലെ ദൈവവചനത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ആഗ്രഹിക്കുന്ന ചെറിയ സമൂഹങ്ങളിലെങ്കിലും വിശുദ്ധിക്ക് വേണ്ടി നമ്മൾ നിലകൊള്ളേണ്ടത് അത്യാവശ്യമാണ്. लेकिन हमारे जैसा पवित्रताई के लिए इंतजार करने वाले कुछ लोगों में, कम लोगों में उस पवित्रताई के लिए हिम्मत के साथ हमको खड़े होना है। എല്ലാരും അങ്ങ് ചെല്ലുമെന്ന് ചിന്തിച്ച് ആരും മോഹിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല. കർത്താവ് പറയുകയാണ്, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. सब लोग वहां पहुंचेंगे ऐसा सोचकर आराम से जीने की जरूरत नहीं। यीशु मसीह ने स्वयं कहा, जो अंत तक धीरज धरेगा उसी का उद्धार होगा। ഹല്ലേലൂയ. ഈ ദിവസങ്ങളില് നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ, ഈ 3 ദിവസത്തെ കാര്യം മാത്രമല്ല ഞാൻ പറയുന്നത്, തുടർമാനമായി നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ ആ വിശുദ്ധിക്ക് വേണ്ടിയുള്ള ഒരു വലിയ ഉറപ്പോടുകൂടെ നിൽക്കാനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കും. इन दिनों में जब वचन पढ़ते हैं, केवल इन 3 दिनों में ही नहीं, लेकिन आने वाले दिनों में भी परमेश्वर का वचन को जब हम सीखेंगे तो धैर्य के साथ वचन के लिए, पवित्रता के लिए खड़े होने के लिए परमेश्वर हमारी सहायता करे। അതുകൊണ്ട് അന്ത്യത്തോളം സഹിച്ചു നിൽക്കുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതം എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ ആ പെർസിവറൻസ് നമുക്ക് വേണം. ഒരു കാരണവശാലും ലോകത്തെ സ്നേഹിക്കരുത്, പാപത്തെ സ്നേഹിക്കരുത്, ലൗകികമായ കാര്യങ്ങളുടെ പിന്നാലെ പോകരുത്. ദൈവികമായി ആ ഋജുവായിട്ട് അതിനുവേണ്ടിയുള്ള വലിയൊരു പോരാട്ടം നമുക്ക് അത്യാവശ്യമാണ്. इसलिए संसार के पीछे नहीं जाना, धैर्य के साथ, हिम्मत के साथ, दृढ़ता के साथ अंतिम समय तक हमें डटकर मुकाबला करते हुए परमेश्वर के लिए पवित्रता का जिंदगी बिताने के लिए हम सबको कोशिश करना है। ഇതാണ് ലേഖനത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ നമ്മൾ വീണ്ടും നമ്മൾ മടങ്ങി വരികയാണ്. 20ാമത്തെ വാക്യത്തിൽ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തെ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീക വർധന വരുത്തുക. यूदा की पत्री में फिर हम आते हैं 20वां आयत पर, हे प्रियो, तुम अपने अति पवित्र विश्वास को अपनी उन्नति करते हुए build yourself up on the most holy faith. अपने वो अब हमारे जो अति पवित्र के विश्वास में हमको अपने आप की उन्नति करना है, निर्माण करना है। നമ്മൾ നമ്മളെ തന്നെ ഈ ഹോളി ഫെയ്ത്തിൽ പണിയണം. हमें अपने आप को इस पवित्र विश्वास में बनाना है। എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അതിന്റെ 3ാമത്തെ വാക്യം വായിക്കുമ്പോൾ, क्यों आप जानते हो? उसकी 3री आयत को जब हम पढ़ते हैं, യൂദാ പറയുന്ന ഒരു കാര്യമുണ്ട്. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതാൻ ഞാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. 3रे आयत में यहूदा लिखता है, हे प्रियो, जब मैं तुम्हें उस उद्धार के विषय में लिखने में अत्यंत परिश्रम से प्रयत्न कर रहा था जिससे हम सब सहभागी है, तो मैंने तुम्हें यह समझाना आवश्यक जाना कि उस विश्वास के लिए पूरा यत्न करो जो पवित्र लोगों को एक ही बार सौंपा गया था। പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് എഴുതാൻ ഞാൻ തുടങ്ങിയതാ, പക്ഷെ അന്നേരം എനിക്ക് മനസ്സിലായി അതിനേക്കാളും അത്യാവശ്യമായിട്ട് വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടത് ആവശ്യമെന്ന് പ്രബോധിപ്പിച്ചെഴുതാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. सार्वजनिक उद्धार के विषय में मैं लिखना चाहता था, लेकिन तब मुझे लगा उससे भी आवश्यक है उस बारे में लिखना कि हमें विश्वास के लिए पूरा यत्न करना है जो पवित्र लोगों को एक ही बार के लिए सौंपा गया था। വിശ്വാസത്തിന് വേണ്ടിയുള്ള വലിയ ഒരു പോരാട്ടം ഈ നാളുകളിൽ അത്യാവശ്യമാണ്. विश्वास के लिए एक लड़ाई, यत्न करना बहुत जरूरी है। ഒരു പോരാട്ടത്തിന്റെ നാളുകളാണ്. एक यत्न का दिन है। അങ്ങനെ വിശ്വാസത്തിന് വേണ്ടി പോരാടണമെങ്കിൽ ആദ്യം നമ്മൾ ആ വിശ്വാസത്തിൽ നമ്മളെ പണിയണം. ऐसे विश्वास के लिए हमको अगर लड़ाई करनी है, यत्न करना है, तो पहले उस विश्वास में हमें अपने आप को निर्माण करना है, बनाना है। നമ്മളെ തന്നെ പണിതില്ലെങ്കിൽ എവിടെ പോയാ നമ്മൾ പോരാടുന്നത്? अगर हम अपने आप का निर्माण नहीं करेंगे, कहाँ जाकर लड़ाई करेंगे? അതുകൊണ്ട് ആദ്യം ആവശ്യമായിരിക്കുന്നത് ഒരു പണിയാണ്. അടുത്തത് പോരാട്ടം വരുന്നു. അപ്പൊ പോരാട്ടത്തിൽ പതറിപ്പോകാതിരിക്കണമെങ്കിൽ നല്ല ഉറപ്പായിട്ട് പണിയണം. इसलिए पहला जरूरी है कि हमें अपने आप का निर्माण करें, क्योंकि अगला लड़ाई यत्न करना आता है, और उस लड़ाई में अगर हारना नहीं है तो अपने आप का निर्माण करना, उन्नति करना अनिवार्य है, आवश्यक है। നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തിന് വേണ്ടി അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് നമ്മുടെ മലയാളത്തില് ചില പ്രശ്നം നമുക്കത് മനസ്സിലാക്കുമ്പോഴുണ്ട്. അതിവിശുദ്ധ വിശ്വാസത്തെ എന്ന് പറയുമ്പോൾ മോസ്റ്റ് ഹോളി ഫെയ്ത്ത് എന്ന് പറയുന്നതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്.
अति पवित्र विश्वास जो लिखा गया है उसमें हमको समझने वाली कुछ बातें हैं। ഒന്നാമത്തെ കാര്യം, മലയാളത്തിലും മറ്റ് പല ഭാഷകളിലും ഹിന്ദിയിൽ ഉൾപ്പെടെ എന്റെ ചിന്ത, ഫെയ്ത്ത് എന്ന വാക്കും ബിലീഫ് എന്ന വാക്കും രണ്ടിനും നമ്മൾ വിശ്വാസ് എന്ന് പറയുന്ന ഒരു വാക്ക ഉപയോഗിക്കുന്നതെന്നാണ് എന്റെ ചിന്ത. ഫറോസ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അത് തീർച്ചയായിട്ടും ഉണ്ട്, ഐ തിങ്ക്. പക്ഷേ നമ്മൾ എല്ലാത്തിനും പറയുന്നത് വിശ്വാസം എന്ന് പറയുന്ന ഒരു കാര്യമാണ് വരുന്നത്. तो फेथ और बिलीफ दोनों ही के लिए हम लोग जो है विश्वास कहते हैं, और भरोसा एक दूसरा वचन है, और आस्था भी बोलते हैं जो बिलीफ को कहते हैं, लेकिन हम लोग जो है अधिकतर जो है विश्वास यही शब्द को इस्तेमाल करते हैं दोनों के लिए। വേദപുസ്തകം പറയുന്ന വിശ്വാസം, ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഭാഷയിൽ പറയുന്ന വിശ്വാസമല്ല, ബിലീഫ് അല്ല. और वचन में जो विश्वास है या फिर जो लिखा है वो साधारण रीति से आस्था की बात या भरोसे की बात नहीं है। നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്, ബിലീഫ് എന്ന് പറയുന്നത്, ബിലീവിങ് സം ഫാക്ട്സ്, വസ്തുതകളില് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പലപ്പോഴും വിശ്വാസം എന്ന് പറയുന്നത്. विश्वास जो हम मायने रखते हैं, कुछ बातों के ऊपर हम विश्वास करते हैं, അതല്ല ശരിക്കും വേദപുസ്തകത്തിലെ ഫെയ്ത്ത് എന്ന് പറയുന്നത്. और वास्तविकता में कोई पवित्र कलाम का विश्वास वो नहीं है। ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല്, ചിലപ്പോൾ ആളുകൾ പറയും അതല്ല നമ്മൾ കാണാത്തതിനെ വിശ്വസിക്കണമെന്നൊക്കെ പറയും. उदाहरण के लिए कभी कभी लोग कहते हैं जो हम नहीं देखते अंधे की बातों पर विश्वास करना। കാണാത്ത പല കാര്യങ്ങളും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, അത് നമ്മൾ മാത്രമല്ല, എല്ലാവരും വിശ്വസിക്കുന്നു. अंधे की बातों पे बहुत से लोग विश्वास करते हैं, केवल हम लोग नहीं, बहुत से लोग विश्वास करते हैं। ഞാൻ ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഭൂമി സൂര്യനെ വലം വെക്കുന്നു എന്നുള്ളത് നമുക്കറിയാമല്ലോ, അതെല്ലാരും വിശ്വസിക്കുന്നുണ്ട്. हम जानते हैं भूमि जो है सूरज के चारों ओर घूमता है, ये हम लोग विश्वास करते हैं, सब लोग विश्वास करते हैं। എന്നാൽ എന്റെ ചോദ്യം, നമ്മൾ ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? मेरा सवाल, क्या हम में से किसी ने इसको देखा है? നമ്മൾ ആരും കണ്ടിട്ടില്ല, പക്ഷേ അത് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു സയന്റിഫിക് ട്രൂത്ത് ആണ്, ഒരു വസ്തുതയാണ്. हम में से किसी ने देखा नहीं है, लेकिन वो साबित किया जा सकता है शास्त्र के द्वारा। അതൊരു ഭൗതിക യാഥാർത്ഥ്യമാണ്, അത് നമ്മൾ വിശ്വസിക്കുന്നു. वो एक व्यवहारिक सच है और ये हम विश्वास करते हैं। ഭൗതിക യാഥാർത്ഥ്യം മാത്രമല്ല, ചരിത്ര യാഥാർത്ഥ്യങ്ങളും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, നമ്മൾ കണ്ടില്ലെങ്കിലും. वो व्यवहारिक ही नहीं, लेकिन ऐतिहासिक सच्चाइयों को भी हम विश्वास करते हैं, जबकि हमने उसको देखा नहीं है। മഹാത്മാഗാന്ധിയെ നാഥുറാം ഗോഡ്സെ വെടിവെച്ചു കൊന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. महात्मा गांधी की हत्या नाथूराम गॉडसे ने गोली मारकर किया, हम ये विश्वास करते हैं। പക്ഷെ അത് നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? क्या हम में से किसी ने उसको देखा? നമ്മൾ ആരും കണ്ടിട്ടില്ല, പക്ഷെ നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. हमने देखा नहीं, लेकिन हम विश्वास करते हैं, കാരണം അതൊരു ചരിത്ര വസ്തുതയാണ്. क्योंकि वो एक ऐतिहासिक बात है। എന്നതുപോലെ വേദപുസ്തകത്തിന്റെ ചരിത്ര വസ്തുതകൾ വിശ്വസിച്ചാൽ അതിനെ നമ്മൾ പറയുന്നത് വിശ്വാസമെന്നാണ്, പക്ഷെ അത് ഫെയ്ത്ത് അല്ല. इसीलिए इसी प्रकार से परमेश्वर के कलाम में जो इतिहास की बातें हैं उसको जो हम विश्वास करते हैं, वो विश्वास नहीं है। യേശു ക്രിസ്തു ഭൂമിയിൽ വന്നതും ഇവിടെ ജീവിച്ചതും മരിച്ചതും അടക്കപ്പെട്ടതും ഉയർത്തെഴുന്നേറ്റതും എല്ലാം ചരിത്രമാണ്. यीशु मसीह संसार में आया, जन्म लिया, यहाँ पर जिया, मर गया, गाड़ा गया, जी उठा, ये सब इतिहास है। അത് വിശ്വസിക്കുന്ന അനേക ആളുകൾ മറ്റു മതങ്ങളിലും ഉണ്ട്. और ये विश्वास करने वाले बहुत से लोग अन्य धर्म के भी है। അത് ബിലീഫാണ്, അത് ഫെയ്ത്ത് അല്ല. वो विश्वास है, वो एक आस्था नहीं है। ആ ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കണം. और ये फर्क को हमें जानना है। അപ്പൊ നമ്മൾ ചിലപ്പോൾ പറയും അത് യേശുക്രിസ്തു മരിച്ചെന്ന് മാത്രം വിശ്വസിച്ചാൽ പോരാ, മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരമായി മരിച്ചു എന്ന് വിശ്വസിക്കണം. तो केवल यीशु मसीह मर गया ऐसा विश्वास नहीं करना, लेकिन यीशु मसीह सारे मानव जाति के पाप के लिए प्रायश्चित होकर मरा, ये विश्वास करना है। അത് ചരിത്ര യാഥാർത്ഥ്യമല്ല, അതൊരു ദൈവശാസ്ത്ര യാഥാർത്ഥ്യമാണ്. और ये ऐतिहासिक बात नहीं है, लेकिन परमेश्वर के कलाम के अनुसार उपदेश की बातें हैं। തിയോളജിക്കൽ ഫാക്റ്റ് ആണ്. ये एक उपदेश का बात है। അപ്പൊ ഹിസ്റ്റോറിക്കൽ ഫാക്ട്സ് ഉണ്ട്, തിയോളജിക്കൽ ഫാക്ട്സ് ഉണ്ട്. तो ऐतिहासिक बातें हैं और उपदेशिक बातें हैं। അത് വിശ്വസിച്ചാലും വിശ്വാസം നമുക്ക് പറയാനേ പറ്റുള്ളൂ, അതിനെ ഫെയ്ത്ത് എന്ന് പറയാൻ പറ്റില്ല. और वो अगर विश्वास करे या धर्मशास्त्र की बात करे तो भी केवल विश्वास कह सकते हैं। എനിക്കറിയാവുന്ന ഒരു വിശ്വാസിയുണ്ട്, एक विश्वासी है जिसे मैं जानता हूँ.
ആ വ്യക്തി യേശു ക്രിസ്തു തൃത്വത്തിൽ രണ്ടാമനായ ദൈവപുത്രനാണെന്നും वो व्यक्ति यीशु मसीह तत्व में से दूसरा है। കന്യക മറിയാമിന്റെ ഉദരത്തിൽ ഈ ഭൂമിയിൽ ജനിച്ച് 33 വയസ്സ് വരെ ഈ ഭൂമിയിൽ ജീവിച്ച് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചെന്നും और कुंवारी मरियम के कोख से जन्म लेकर इस संसार में 33 साल तक जीवन बिताया। ഒടുവിൽ മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ മരിച്ചുവെന്നും आखिर मानव जाति की पाप की प्रायश्चित के लिए काल्वरी के सलीब पर मर गया, അടക്കപ്പെട്ടെന്നും ഉയിർത്തെഴുന്നേറ്റെന്നും गाड़ा गया फिर जी उठा, സ്വർഗത്തിലേക്ക് കരയേറിപ്പോയെന്നും തന്നെയല്ല കാത്തിരിക്കുന്ന തന്റെ വിശുദ്ധന്മാർക്ക് വേണ്ടി അവൻ രണ്ടാമത് വരുന്നുവെന്നും ഈ ആള് വിശ്വസിക്കുന്നുണ്ട്. स्वर्गारोहण किया। इतना ही नहीं, बाढ़ जो होने वाले अपने पवित्र लोगों को ले जाने के लिए फिर से यीशु मसीह लौट आएगा, ये भी विश्वास करता है। ഇത്രയും കൃത്യമായിട്ട് വിശ്വസിക്കുന്ന ആളുകളെ ഇന്ന് കാണാൻ തന്നെ പ്രയാസമാണ്. और इस तरह से सही मायने में विश्वास करने वाले लोगों को मिलना ही बहुत ही कम चुना होता है इस समय में। ഈ പുള്ളിക്കാരനെ നമുക്ക് സഭയിൽ അങ്ങ് ചേർത്താലോ? इस व्यक्ति को कलीसिया में अगर हम जोड़ ले। വേണ്ട കേട്ടോ, ഞാൻ പറഞ്ഞത് മുഴുവൻ പിശാചിനെ കുറിച്ചാ. नहीं नहीं, ऐसा नहीं करना, मैंने शैतान के बारे में कहा। സാത്താനും ഇതെല്ലാം വിശ്വസിക്കുന്നുണ്ട്, വിറയ്ക്കുകയും കൂടെ ചെയ്യുന്നുണ്ട്. शैतान भी इन तमाम बातों पर विश्वास करता है और कांपता भी है। അതല്ല ഫെയ്ത്ത്, वो विश्वास नहीं है, അത് ബിലീഫാണ്. वो केवल एक आस्था, एक विश्वास है। എന്നാൽ എന്താണ് ഫെയ്ത്ത്? फेथ क्या है? അതുകൊണ്ടാണ് ഈ അതിവിശുദ്ധ വിശ്വാസം എന്ന് പറയുമ്പോൾ ചരിത്രത്തിലുള്ള വിശ്വാസം മാത്രമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. इसीलिए अति पवित्र विश्वास जब यह लिखा गया केवल इतिहास में जो है वो विश्वास के बारे में नहीं, നമ്മൾ പണിയേണ്ടത് ബിലീഫിലല്ല, ഫെയ്ത്തിലാണ്. लेकिन हमें विश्वास में नहीं, हमें फेथ में निर्माण करना है। ഇന്നത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഫെയ്ത്ത് ശരിക്കും നമ്മൾ എക്സസൈസ് ചെയ്യുന്നില്ല, നമുക്ക് അറിയത്ത് പോലും ഇല്ല ഫെയ്ത്ത് അല്ല. आज की समस्या फेथ जो है इसको हम लागू भी नहीं करते, हम जानते भी नहीं कैसे करना है। ഈ ഒരാൾക്ക് നടക്കാൻ വയ്യായെങ്കിൽ ഒരു പക്ഷേ ഒരു വാക്കിംഗ് സ്റ്റിക്കോ അല്ലെങ്കിൽ ഒരു ക്രച്ചസ് ഉണ്ടെങ്കിൽ ആ ക്രച്ചസും കൊണ്ട് നടക്കാൻ പറ്റുന്ന ആളുകളുണ്ട്. अब एक व्यक्ति अगर चल नहीं सकता तो उसको चलने की अगर छड़ी दिया जाए तो वो चल सकता है। അപ്പോൾ ആ ക്രച്ചസ് പിടിച്ചുകൊണ്ട് ഇയാള് നടന്നു പോകുമ്പോൾ നമ്മൾ പറയും ഈ ക്രച്ചസ് ആണ് ഇദ്ദേഹത്തെ നടക്കാൻ സഹായിക്കുന്നത് മുഴുവൻ. ക്രച്ചസ് ഇല്ലെങ്കിൽ അയാൾക്ക് നടക്കാനേ കഴിയില്ല. तो इस तरह से एक व्यक्ति जब वॉकिंग स्टिक या क्रचेस के द्वारा चलते हैं तो हम कहते हैं वो बैसाखी उसको मदद करता है चलने के लिए। എന്നാൽ ചിലർക്ക് അത്രയും പോലും നടക്കാൻ കഴിയത്തില്ല. ആ വ്യക്തിയെ നമ്മൾ സാധാരണ രീതിയിൽ ഒരു സ്ട്രെച്ചറിൽ കിടത്തുക. लेकिन एक व्यक्ति जो बैसाखी के मदद से भी चल नहीं सकता, उस व्यक्ति को हम स्ट्रक्चर में लिटा देते हैं। ഈ രണ്ട് കാര്യങ്ങൾ വ്യത്യസ്തമായി പഠിച്ചാൽ ഇന്നത്തെ വിശ്വാസവും ഇന്നത്തെ റിലീജിയനും യഥാർത്ഥത്തിലുള്ള ഫെയ്ത്തും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാം. तो ऐसा करने से हमारा विश्वास और जो आस्था है इसके बीच में हम एक बदलावट समझ सकते हैं। പലർക്കും യേശു ഒരു വാക്കിംഗ് സ്റ്റിക്ക് പോലെയാ. बहुत से लोगों के लिए यीशु मसीह एक चलने वाली छड़ी की तरह है। ആളുകൾ വന്നുകൊള്ളുന്ന കർത്താവേ എനിക്ക് നടക്കാൻ വയ്യ, എന്നെ പിടിച്ചോണേ കർത്താവേ, ഞാൻ പോകുന്ന വഴിക്കല്ല എന്റെ കൈ പിടിച്ച് എന്നെ നടത്തണമേ കർത്താവേ എന്ന് പറയുന്ന ആളുകൾ. लोग कहते हैं मैं चल नहीं सकता, मेरी मदद करना, मैं अकेला जा नहीं सकता, मसीह मेरी मदद करना। ये सब बैसाखी की तरह हम यीशु को देखते हैं। അവൻ യേശുവിൽ ആശ്രയിച്ചാ നടക്കുന്നത്. वो यीशु में भरोसा करके चलता है। എന്നാൽ സ്ട്രെച്ചറെ കിടക്കുന്ന ആള് लेकिन जो स्ट्रक्चर में पड़ा हुआ होता है, ഒരു പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെച്ചറെ കിടക്കുന്ന ആള് അടങ്ങി അങ്ങ് കിടക്കുക, അങ്ങ് നടക്കുന്ന പോലില്ല. उसकी खासियत को अगर हम पूछे, वो चलता भी नहीं, वो बिल्कुल वैसा ही लेटा रहता है। ഈ വാക്കിംഗ് സ്റ്റിക്ക് വെച്ച് നടക്കുന്നവന്റെ പ്രത്യേകത അവൻ നടക്കുന്നത് അവന് പോകേണ്ട വഴിയില്ല. പക്ഷെ വാക്കിംഗ് സ്റ്റിക്ക് ഇല്ലാതെ നടക്കാൻ പറ്റാത്തത് കൊണ്ട് ഇവൻ ഈ വാക്കിംഗ് സ്റ്റിക്കിൽ ആശ്രയിച്ചാണ് നടക്കുന്നത്. अब बैसाखी के आश्रय से भरोसे में चलने वाला व्यक्ति वो जहां मन करता है वहां वो चलता है, लेकिन क्योंकि वो अकेला चल नहीं सकता, वो बैसाखी का इस्तेमाल करता है, उस पर भरोसा करता है। എന്നാൽ സ്ട്രെച്ചറെ കിടക്കുന്നവന്റെ പ്രത്യേകത അവന്റെ വഴിയെ അല്ല പോകുന്നത്. വാക്കിംഗ് സ്റ്റിക്ക് കൊണ്ട് പോകുന്നവൻ അവന്റെ വഴിയെ അവന് പോകേണ്ടത് പോകുന്നു. പക്ഷെ സ്ട്രെച്ചറെ കിടക്കുന്നവൻ അവന്റെ വഴിയെ പോകാൻ അവന് പറ്റത്തില്ല.
लेकिन स्ट्रक्चर में जो लेटा हुआ व्यक्ति है वो वैसा नहीं कर सकता। जो बैसाखी का इस्तेमाल करता है वो अपने मन से जहां उसको जाना है वहां वो जाता है, लेकिन जो स्ट्रक्चर में लेटा हुआ व्यक्ति है वो अपनी मर्जी के हिसाब से चल नहीं सकता। അവനെ സംബന്ധിച്ചിടത്തോളം സ്ട്രെച്ചർ ഉന്തുന്നവൻ എങ്ങോട്ട് കൊണ്ടുപോകുന്നോ അങ്ങോട്ട് പോകാനേ പറ്റുള്ളൂ. കാര്യം അവൻ അവന്റേതായ വഴിയേ ഇല്ല. उसके संबंध में स्ट्रक्चर जो लेकर चलता है वो जहां ले जाते हैं वहां उसको जाना है, क्योंकि उसके संदर्भ में उसका अपना कोई मार्ग ही नहीं। അവന് സ്വയമായി യാതൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥയാണ്. കാര്യം അവനെ സംബന്ധിച്ചിടത്തോളം അവൻ സമ്പൂർണമായും ആ സ്ട്രെച്ചർ ഉന്തുന്നവനിൽ ആശ്രയിച്ചിരിക്കുകയാണ്. वो अपने आप से कुछ नहीं कर सकता, वो पूर्ण रूप से जो उसको उठाकर ले चलता है उसके भरोसे है। അതാണ് ശരിക്കും ഫെയ്ത്ത് എന്ന് പറയുന്നത്. और इसको हम लोग सही मायने में फेथ या आस्था कहते हैं। നമുക്കൊക്കെ ദൈവത്തെ വേണം. കാര്യം നമുക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്, താല്പര്യങ്ങളുണ്ട്, ഇഷ്ടങ്ങളുണ്ട്. അതിനൊക്കെ സഹായിക്കാൻ യേശുവിനെ വേണം. അതാണ് ഇന്നത്തെ റിലിജിയൻ. हम सब लोगों को परमेश्वर चाहिए, क्योंकि हमारी अपनी कामों को पूरा करने के लिए, अपने स्वार्थ को पूरा करने के लिए हमें कोई चाहिए, और वो है धर्म। 90% ആളുകളും യേശുവിന്റെ അടുത്ത് വരുന്നത് അവരുടെ കാര്യം സാധിക്കാനാ. 90% लोग जो यीशु मसीह के पास आते हैं वो अपनी काम को पूरा करने के लिए आते हैं। കർത്താവേ നീ എനിക്ക് അത് തരണം, കർത്താവേ ഇത് തരണം, കർത്താവേ കർത്താവേ നീ എനിക്ക് അങ്ങനെ ചെയ്യണം, നീ എന്നെ നടത്തണം, നിനക്ക് എനിക്ക് ഭക്ഷണം വേണം. എല്ലാം ചെന്ന് കർത്താവിനോട് പറയും. കർത്താവിൽ നിന്ന് ഇങ്ങോട്ട് താ താ എന്ന് പറയും. താ താ. मसीह मुझे ये देना, मसीह मुझे वो देना, मसीह वो देना, सिर्फ देना देना देना, यही उसका बात होता है। ഗിവ് മീ എന്ന് പറഞ്ഞ് യേശുവിന്റെ പുറകെ നടക്കുന്നതാണ് റിലിജിയൻ. मुझे दे मुझे दे मुझे दे ऐसा कह के यीशु के पीछे चलना है धर्म। എന്നാൽ ഫെയ്ത്ത് എന്ന് പറയുന്നത് എന്തെങ്കിലും ദൈവത്തിൽ നിന്ന് ചോദിക്കുന്നതോ വാങ്ങിക്കുന്നതോ അല്ല. ഫെയ്ത്ത് എന്ന് പറയുന്നത് നമ്മളെ തന്നെ കർത്താവിന് കൊടുക്കുന്നതാണ്. लेकिन आस्था का मतलब किसी बात को मांगना या कुछ नहीं, लेकिन अपने आप को परमेश्वर के हाथों में सौंप देना। Faith is giving your ownership to God. എന്റെ ഉടമസ്ഥാവകാശം യേശുവിന് കൊടുത്ത് നീ എന്ത് വേണേലും ചെയ്തു എന്ന് പറയുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. ടോട്ടൽ സറണ്ടറൻസ് ആണ്, സമ്പൂർണ്ണ സമർപ്പണമാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. आस्था का मतलब है अपने आप को परमेश्वर के हाथों में सौंपना, मेरा मालिकाना हक यीशु मसीह को देना, अपने ऊपर पूरा प्रभुता करने का अधिकार मसीह को देना। मसीह मैं कुछ नहीं, तुझे मेरे जिंदगी से जो करना है तो कर ले। ഗിവ് മീ തരണേ തരണേ എന്ന് പറഞ്ഞ് യേശുവിന്റെ അടുത്ത് പോകുന്നത് റിലീജിയനാണ്. मुझे दे ऐसा कर कर जाना धर्म की बात है। ടേക്ക് മീ എന്ന് പറഞ്ഞ് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ഫെയ്ത്ത് എന്ന് പറയുന്നത്. और मुझे ले ऐसा कहते हुए अपने आप को समर्पण करना, ये आस्था की बात है। ആ ഫെയ്ത്തിലാണ് നമ്മൾ നമ്മളെ ബിൽഡ് ചെയ്യേണ്ടത്. और उस आस्था में हमें अपनी उन्नति करना है। അവിടെ ടോട്ടൽ സറണ്ടറൻസ് ആണ്, സമ്പൂർണമായ സമർപ്പണമാണ്. वहां पे संपूर्ण पूर्ण रीति का समर्पण है, आत्मसमर्पण। നാളെ ഈ വിഷയത്തെ കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് പഠിപ്പിക്കാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. कल इस विषय में थोड़ा और गहराई से सिखा पाएंगे ऐसा विश्वास करता हूं। എന്നാൽ ഒന്നാമത്തെ കാര്യം, ബിൽഡ് യുവർ സെൽഫ് അപ്പ് ഓൺ യുവർ മോസ്റ്റ് ഹോളി ഫെയ്ത്ത്. ആ അതിവിശുദ്ധ വിശ്വാസത്തിൽ നമ്മളെ തന്നെ പണിയുക. लेकिन सबसे प्रथम बात, उस अति पवित्र विश्वास में, उस आस्था में हमें अपनी उन्नति को करना है। നിന്റെ ആവശ്യങ്ങളുമായി കർത്താവിന്റെ സന്നിധിയിലേക്ക് വരിക എന്ന് പറയുന്നത് അല്ല ഫെയ്ത്ത്. നിന്നെ തന്നെ കർത്താവിന് കൊടുക്ക എന്ന് പറയുന്നതാണ് ഫെയ്ത്ത്. तुम्हारी जरूरत के साथ परमेश्वर के पास आओ, ये विश्वास नहीं, लेकिन अपने आप को परमेश्वर के हाथों में सौंप दो, आत्मसमर्पण कर लो, ये आस्था है। May God bless you.